ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. വെരി ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും നമുക്ക് ഇന്നൊരു എക്സ്പയറി ഡേ ആണ്. മാർക്കറ്റിന്റെ ഒരു ഡീറ്റെയിൽ വെച്ച് തന്നെ തുടങ്ങാം. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലേക്ക് ട്രേഡിംഗ് മാറുന്നു. 25,100 എന്നുള്ള ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് ഇന്നും സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 25,200 വരെ പോയെങ്കിലും അവസാന മിനിറ്റുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 25,100 നിലനിർത്തിക്കൊണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സൂചികകളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം നമുക്ക് പ്രകടമാകുന്നുണ്ട്. ഇനി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും നിഫ്റ്റിക്ക് സമാനമായിക്കൊണ്ട് തന്നെ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. 100-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റം ആദ്യ മിനിറ്റുകളിൽ രേഖപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഓർമ്മപ്പെടുത്തുന്നത്. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിലേക്കും ഡേറ്റകളിലേക്കും നമുക്ക് കടക്കാം. സുരജ് സാർ, US ചൈന ഡീല് തന്നെയാണ് ഏറ്റവും ആദ്യം നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. US-ചൈന ട്രേഡ് ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. ഒപ്പം ചൈനീസ് ഉൽപ്പന്നങ്ങളിൽ 55% താരിഫ് തുടരും, താരിഫ് ഏർപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ US ഉൽപ്പന്നങ്ങളിൽ 10% ആണ് താരിഫ് ചുമത്തുന്നത് എന്നാണ് ചൈനയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു അറിയിപ്പ്. ഒപ്പം ഈ റെയർ എർത്ത് മെറ്റീരിയലിന്റെ കേസിലായിരുന്നല്ലോ ആകെപ്പാടെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നത്. അത് സപ്ലൈ ചെയ്യുന്നത് തുടരും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. അതോടൊപ്പം ചൈനീസ് വിദ്യാർത്ഥികൾക്ക് US യൂണിവേഴ്സിറ്റികളിൽ വിദ്യാഭ്യാസം തുടരാം എന്നുള്ള ഒരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ അങ്ങനെ ഒരു കോംപ്രമൈസ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു. മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് സാർ ഇന്ന് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്? ജാസ്മിൻ, ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെ US മാർക്കറ്റ്സ്, അതിപ്പോൾ വാൾസ്ട്രീറ്റിൽ എസ്പെഷ്യലി S&P 500 ആണെങ്കിലും ശരി, നാസ്ഡാക്ക് ആണെങ്കിലും ശരി, ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ബയസിലാണ് ക്ലോസ് ചെയ്തതെന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ രാവിലെ ഏഷ്യൻ മാർക്കറ്റ്സ്, ഹാങ്സെങ് പോലുള്ള മാർക്കറ്റ് എടുക്കുമ്പോൾ അവിടെയും നെഗറ്റീവ് തന്നെ ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നെഗറ്റീവ് തന്നെ ആയിരുന്നു എന്നുള്ളത്. സാറ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ എന്താ, ഇങ്ങനത്തെ ഒരു ചൈന US ട്രേഡ് ഡീൽ വരാൻ നേരത്ത് ഇറ്റ് ഈസ് പോസിറ്റീവ് ഫോർ ഗ്ലോബൽ മാർക്കറ്റ്സ്. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് ഉയരണം എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു ടെംപ്ലേറ്റ് അവതരിപ്പിച്ച് വരേണ്ടത്. ബട്ട് എന്നാൽ കോൺട്രറി ടു അവർ എക്സ്പെക്ടേഷൻ അത് ഭയങ്കര രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടാക്കിയില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ, മാർക്കറ്റ് US മാർക്കറ്റ് ചെറിയ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ക്രൂഡ് ഓയിൽ ഏതാണ്ട് 4-5% കയറി $70 per barrel എന്നുള്ളൊരു പ്രൈസ് പോയിന്റ് കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ, ആക്ച്വലി ഞാൻ ഇന്നലെ രാത്രിയും രാവിലെയൊക്കെ ഒരു പേപ്പേഴ്സ് വായിക്കുമ്പോൾ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് US എംബസി ഇൻ ഇറാഖ് അതായത് ഒരു അഡ്വൈസറി കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇവാക്യുവേഷന് വേണ്ടിയിട്ട് കൊടുത്തു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് എനിക്ക് വേറെ എവിടെയും കിട്ടില്ല. റോയിറ്റേഴ്സിൽ വായിച്ചപ്പോൾ അത് കിട്ടി എന്നുള്ളതാണ്. അതിലവരെന്താ പറയുക വെച്ചാൽ, ഇറാഖിൽ നിന്ന് അവരുടെ ഡെലിഗേറ്റ്സിനെയൊക്കെ പിൻവലിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ സിറ്റിസൻസിനെ ഒരു ഇവാക്യുവേഷൻ അവർ എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം വെച്ചാൽ അവിടെ ഒരു ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ആ ഏരിയയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്താണെന്ന് തപ്പി നോക്കിയപ്പോൾ ദർ ആർ ലൈക്ലി ചാൻസസ് ദാറ്റ് ഇറാൻ മൈറ്റ് ഹിറ്റ് സം ഓഫ് ദ സൈറ്റ്സ് ഇൻ ഇറാഖ് എന്നൊരു എക്സാമ്പിൾ ഒരു കാര്യം പറയുന്നുണ്ട്. രണ്ടാമത് ഇസ്രായേൽ മൈറ്റ് അറ്റാക്ക് ഇറാൻ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ആ ഏരിയയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതേപോലെ ക്രൂഡ് ആണല്ലോ ഇത് ആദ്യം ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. ക്രൂഡും എപ്പോഴും നമുക്ക് ഇതേപോലത്തെ ഒരു ഗ്ലോബൽ അൺസർട്ടനി വരുമ്പോൾ രണ്ട് വ്യക്തികളാണ് ആദ്യം അനങ്ങണത്. ഒന്ന് ക്രൂഡും ഗോൾഡും. ഗോൾഡ് ഭയങ്കരമായിട്ട് പ്രൈസ് കയറും. കാര്യം വെച്ചാൽ ആൾക്കാർ ഈ പറയുന്ന പോലെ സേഫ് ഹെവനിലേക്ക് തേടി പോകുന്നു, ഒരു ഹെഡ്ജിങ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ ഗോൾഡും കയറും. ഓയിൽ തീർച്ചയായിട്ടും ഒരു സപ്ലൈ ഗ്ലട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് റീജിയനിലാണെങ്കിൽ. അതായത് ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസിനെ സംബന്ധിക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഓയിലും റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ അതാണ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാൻഡ് ഓവർ. ഇപ്പോൾ ടാരിഫിനെ സംബന്ധിച്ച് ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് എന്താ വെച്ചാൽ, ട്രംപ് ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ US ഗവൺമെൻറ് ഈ സ്റ്റാർട്ടിംഗ് ടു സെൻഡ് ലെറ്റേഴ്സ്. അതായത് അവരുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ട്രേഡിംഗ് പാർട്ട്നേഴ്സും നമ്മൾ ഉൾപ്പെടെ അവർക്ക് എല്ലാവർക്കും ജൂലൈ 9th ആണല്ലോ ഈ എന്താ പറയുക മൊറട്ടോറിയം എൻഡ് ചെയ്യുന്ന ഡേറ്റ്. പക്ഷെ അതിന് മുമ്പേ 2 ആഴ്ചയ്ക്ക് മുമ്പേ തന്നെ നമ്മൾ ലെറ്ററുകൾ അയക്കും. കാര്യം വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് കംപ്ലൈ ചെയ്യണം, എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ട്രേഡ് ഡീലിലേക്ക് എത്തണം എന്ന് ഉള്ള ഒരു എന്താ പറയുക ഇൻറ്റൻറ്റ് US ഗവൺമെൻറ് അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ സ്കോട്ട് ബെസന്റ് പറയുന്നൊരു കാര്യമുണ്ട്. സ്കോട്ട് ബെസന്റ് പറയുന്നത് വെച്ചാൽ, ഈ ട്രേഡിംഗ് പാർട്ട്നേഴ്സായിട്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ഒരു നല്ല വിശ്വാസത്തിൽ ഇനിയിപ്പോൾ ജൂലൈ 9th കഴിഞ്ഞാൽ, കാര്യം എല്ലാവരും നെഗോഷിയേറ്റ് ചെയ്ത് വരുമ്പോൾ എല്ലാ കൺട്രി ആയിട്ട് ഒരു നെഗോസിയേഷൻ നടന്ന് മുന്നോട്ട് പോകുന്ന വെച്ചാൽ ഒരു ഹ്യൂമങ്കസ് വർക്ക്, വലിയൊരു വർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജൂലൈ 9th ആയാൽ പോലും ചിലപ്പോൾ ടാരിഫ് ഇങ്ങനെ ഒന്ന് ഈസി ചെയ്ത് നിർത്തിയേക്കാം. ഈ 90 day മൊറട്ടോറിയം എന്നുള്ളത് ചിലപ്പോൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തേക്കാം. കാര്യം ഞങ്ങളെ സംബന്ധിച്ച് ഡേയ്സ് എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, ഒരു ട്രേഡ് ഡീലിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവർ പ്രസിഡന്റ് വിൽ ബി ഓപ്പൺ ഫോർ ദാറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ബെസന്റ് ഒന്ന് പറഞ്ഞു വെക്കുന്നത്.
പറയുന്നത് എന്നുള്ളൊരു കാര്യം. പിന്നെ ജാസ്മിൻ പറഞ്ഞ പോലെ US-ഉം ചൈനയും അത് ഇൻഫാക്ട് ട്രംപ് അത് ഡിക്ലെയർ ചെയ്യേണ്ടായി വി ഹാവ് റീച്ച്ഡ് ഇൻ ടു ട്രേഡ് എഗ്രിമെന്റ് എന്നാണ് പറയുന്നത്, അതായത് ട്രേഡ് ഡീൽ ഫ്രെയിംവർക്ക് എന്നാണ് പറയുന്നത്. അതിലേക്ക് ഞങ്ങൾ എത്തി. അത് പ്രകാരം ചൈനീസ് ഗുഡ്സിന് US-ലേക്ക് വരുമ്പോൾ ഉള്ള ടാരിഫ് 55%, അതുകൂടാതെ US ഗുഡ്സ് ചൈനയിലേക്ക് പോണേന് ചൈനയിൽ 10% ടാരിഫും എന്നാണ് പറയുന്നത്. അത് കൂടാതെ പറഞ്ഞു വെച്ചൊരു കാര്യം, റെയർ എർത്ത് മാഗ്നറ്റ്സിന്റെ കാര്യത്തിൽ ചൈന എല്ലാ കാര്യങ്ങളും പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് സീംലെസ് ആയിട്ടുള്ള ഒരു ട്രേഡ് ട്രാൻസാക്ഷൻ ചൈനയും US-ഉം തമ്മിൽ നടക്കും എന്നാണ് പറയുന്നത്. അത് കൂടാതെ എന്താ പറയുക, ചൈനീസ് സ്റ്റുഡൻസിന് US യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് എന്നുള്ളതാണ്. അതായത് എന്ത് കാര്യങ്ങൾ തമ്മിലാണ് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കൂ, അതായത് ചൈനീസ് സ്റ്റുഡൻസും ഈ റെയർ എർത്ത് മാഗ്നറ്റ്സുമാണ് ഒരു നെഗോസിയേഷൻ പോയിന്റിലേക്ക് വന്നത്. ബട്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് മിയർലി അത് മാത്രമായിരിക്കില്ല. ചൈന മിക്കവാറും ഈ NVIDIA-യുടെ ഈ ചിപ്പ് ടെക്നോളജി അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ടെക്നോളജിക്കുള്ള ഒരു ടെക്നോളജിക്കൽ ആക്സസും കൂടെ ചൈനീസ് ചോദിച്ചതായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായിരിക്കും ഒരു പക്ഷേ റെയർ എർത്ത് ആ മാഗ്നറ്റ്സിന്റെ നെഗോസിയേഷനിലേക്ക് കൊണ്ടുവന്നതെന്ന് നമുക്ക് തോന്നുന്നു. ബട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഞാനിത് തിരിഞ്ഞും മറിഞ്ഞും വായിച്ച് നോക്കുമ്പോഴത്തേക്കും 55%-ഉം 10%-ഉം പറയണമെങ്കിലും ഒരു കാര്യവും ക്ലിയർ അല്ല. അതായത് എന്തിനാണ്, എങ്ങനെയാണ്, എന്താണ് ടേംസ് ഓഫ് റെഫറൻസ്, എന്ത് കാര്യത്തിലാണെന്നൊന്നുമില്ല. 2 ഹെഡ്ലൈൻസ് തന്നു എന്നല്ലാതെ അതിനകത്തൊന്നുമില്ല. ഒരു പക്ഷേ ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ തന്നെ ആയിരിക്കാം ഗ്ലോബൽ മാർക്കറ്റ്സിൽ റിഫ്ലക്ട് ചെയ്യാത്തത്. അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ്സ് ഗ്ലോബലി ഇതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് വരാത്തത്. എന്നാൽ നെഗറ്റീവും ചെറിയൊരു നെഗറ്റീവ് ബയസ് ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഒരു ക്ലാരിറ്റി കുറവ് അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. US ഇൻഫ്ലേഷൻ വേണ്ട രീതിയിൽ ഉയർന്നിട്ടില്ല എന്നുള്ളത് US-ൽ ഒരു പോസിറ്റീവായിട്ട് വന്നു. അത് മാത്രമല്ല ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള ചാൻസും ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നു. നമ്മൾ അന്നും ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോഴും നമ്മൾ റീഇറ്ററേറ്റ് ചെയ്യുന്നു, അമേരിക്ക വിൽ നെവർ ഗെറ്റ് ഇൻ ടു എ റിസഷൻ. അതുമല്ല വി വിൽ സീ ആൻ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് 1 or 2 എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഈ കലണ്ടർ ഇയർ തന്നെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞതുമാണ്. ഇനി ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്ന് നമ്മുടെ നിഫ്റ്റിയുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി മുകളിലേക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ F&O കോൺട്രാക്ട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ മുകളിലേക്കുള്ള റെസിസ്റ്റൻസ് ലെവൽ 25,280 ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ലോവർ സൈഡിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് 25,060 25060 ഒരു സപ്പോർട്ട് വരുന്നതെന്നുള്ള. വേറെ രസകരമായിട്ടുള്ള ഒരു കാര്യം, മോട്ടിലാൽ ഓസ്വാലിന്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നത്. മോട്ടിലാൽ ഓസ്വാലിന്റെ റിപ്പോർട്ട് പറയുന്നതെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് ടു GDP, അതായത് കമ്പനികൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് GDP ആയിട്ട് നോക്കുമ്പോൾ ഏതാണ്ട് 17 കൊല്ലത്തെ ഉയർന്ന നിലയിലാണ്. അത് ഏതാണ്ട് 4.7% ആണ് എന്നുള്ള. 4.7% ബ്യൂട്ടിഫുൾ നമ്പർ. കാര്യം 2021 അത് 3.3% ആണ്. അത് കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് ആസ് എ പാർട്ട് ഓഫ് GDP അത് ഉയരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട ഒരു കാര്യം. പിന്നെ ഇന്ത്യൻ ഓട്ടോമൊബൈൽസിന് നമ്മളിപ്പോൾ ഒരു 4 ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റെയർ എർത്ത് മാഗ്നറ്റ് ആണല്ലോ. ഈവൻ US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡ് ടാരിഫ് ടോക്കിൽ പോലും അത് ഫീച്ചർ ചെയ്യുന്നു. ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് പറഞ്ഞു ചൈന അതിനൊരു ഏപ്രിൽ മുതൽ ഒരു എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെയും മോട്ടോറിൽ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ചൈനയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വോക്സ് വാഗൺ പോലെയുള്ള കമ്പനികൾക്ക് ഒരു റിലാക്സേഷൻ ചൈന കൊടുത്തു, യൂറോപ്യൻ ജർമ്മൻ മാനുഫാക്ചർ, പിന്നെ അതുപോലെ US മാനുഫാക്ചറായ ഫോർഡിനും GM മോട്ടോഴ്സിനും കൊടുത്തു. നമ്മുടെ ഏതാണ്ട് 30 ആപ്ലിക്കേഷൻസ് അവിടെ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുവരെ തീരുമാനങ്ങളൊന്നും ആയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് ഏതാണ്ട് 10 ആപ്ലിക്കൻസ് ക്ലോസ് ടു സൈനിങ് എ ഡീൽ എന്നാണ്. 10 ആപ്ലിക്കൻസ് ക്ലോസ് ടു സൈനിങ് എ ഡീൽ എന്നാണ് പറയുന്നത്. ബട്ട് ഇതിൽ രസകരമായിട്ടൊരു കാര്യം വെച്ചാൽ എന്നും ഇന്ത്യൻ മാനുഫാക്ചേഴ്സിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ട്രൈങ് ടു അഡാപ്റ്റ്. അവരിപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ചൈനയെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ 2026-27 കൂടി തന്നെ ഈ REM, അതായത് റെയർ എർത്ത് മെറ്റീരിയൽ മാഗ്നറ്റ്സ്, ഈ REM കൂടാതെ ഈ മാഗ്നറ്റ്സ് കൂടാതെ ഉള്ള അത് ഉപയോഗിക്കാത്ത മോട്ടോഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനത്തെ മോട്ടോഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽസ് പറയുന്നത്. അത് വളരെ നല്ല കാര്യം വെച്ചാൽ ചൈനയെ സംബന്ധിച്ച് ഇതിൻ്റെ റിഫൈനിങ് കപ്പാസിറ്റി ഉണ്ടല്ലോ, ഈ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് മാഗ്നറ്റ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ റിഫൈനിങ് കപ്പാസിറ്റിയുടെ 90% മാർക്കറ്റ് ഷെയറും ചൈനയിലാണ്. പിന്നെ വരുന്ന ഒരു 7 to 8% മലേഷ്യയും ഈ പറയുന്ന പോലെ വിയറ്റ്നാമുമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ആ ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിൻ്റെ മൂന്നിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു നല്ല ഒരു എന്തോ പോസിറ്റീവായിട്ട്. കാര്യം ഇപ്പോൾ ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു തുടങ്ങി എന്നുള്ളതാണ്. കാര്യം വെച്ചാൽ നമ്മളിത് കുറച്ച് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. അതായത് നമ്മളൊരു 20-25 കൊല്ലം പുറകിലായിപ്പോയി എന്നുള്ളതാണ്. കാര്യം വെച്ചാൽ നമുക്ക് ഇപ്പോഴും അറിയാലോ, ലേറ്റ് 80s തുടക്കം 90s നമ്മളും ചൈനയും തമ്മിലുള്ള GDP-യുടെ സൈസ് വളരെ വലിയ വ്യത്യാസമൊന്നുമില്ല. ബട്ട് അവിടുന്ന് നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്തത് നമ്മൾ അഹങ്കാരത്തോടുകൂടി
പറയെങ്കിലും ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ നമ്മൾ 92 കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മുടെ ഗ്ലോബൽ ട്രേഡിൽ വച്ചിരുന്നു. ടാരിഫുകളെ കൊണ്ട് പൊതിഞ്ഞ് പെറ്റ് ചെയ്ത് വളർത്തിയാണ് നമ്മുടെ കമ്പനികളെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഹ്യൂമങ്കസ് ആയിട്ട് ഗ്രോ ചെയ്തു എന്നുള്ളതാണ്. അത്രയും ലെവലിൽ ഇന്ത്യക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇന്ത്യ ഈസ് ക്ലൈംബിംഗ് ബാക്ക് എന്നുള്ളതാണ്. ബട്ട് ആ ഒരു ഇയർ ആ ഒരു ഡിഫറൻസ് ഇപ്പോഴും ഉണ്ട്. അത് എത്ര പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനുള്ള എന്നുള്ളതാണ് നമുക്ക് നോക്കട്ടെ. നമ്മൾ ഏതായാലും ബ്രിട്ടനും ഈ പറഞ്ഞ ജപ്പാനും ഒക്കെ ആയിട്ട് കടന്നു കയറി നമ്മൾ മുകളിലേക്ക് പോയി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്കൊരു മാർക്കറ്റിലൊരു ഇനിഷ്യൽ അസസ്മെന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കാനുള്ള ജാസ്മിൻ. യെസ് സർ, നമ്മൾ ഡേറ്റയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അമേരിക്കയിൽ പണപ്പെരുപ്പത്തിൽ, അതായത് ഇൻഫ്ലേഷനിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെയ് മാസത്തെ പണപ്പെരുപ്പം 0.1% ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ ഇത് 0.2% ആയിരുന്നു. കോർ CPIയിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ ഡേറ്റകൾക്ക് പുറമെ നമ്മൾ ഇലോൺ മസ്ക് ട്രംപിന്റെ വിഷയങ്ങളിലുള്ള ഒരു അപ്ഡേറ്റ് നോക്കാം. പറഞ്ഞതുപോലെ തന്നെ ഇലോൺ മസ്കും ട്രംപിന്റെയും കാര്യത്തിലേക്ക് ഇരുവരും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ലായിരുന്നു. പക്ഷേ പറഞ്ഞതൊക്കെ ഒരു അല്പം കടന്നുപോയി എന്നാണ് ഇപ്പോൾ ഇലോൺ മസ്ക് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ആ ഒരു കുറ്റസമ്മതം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഒരു ഖേദപ്രകടനം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. സർ, ഇവരിങ്ങനെ വഴക്കുണ്ടാക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, അത് പബ്ലിക്കായിട്ട് ഇവർ ഹാൻഡിൽ ചെയ്യുന്നു, പിന്നീട് ഒരു ഖേദപ്രകടനത്തിലേക്ക് വരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ പെട്ടുപോകുന്നത് ഇവരുടെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റിലും ലിസ്റ്റഡ് സ്പേസിലുള്ള ഈ പറയുന്ന ടെസ്ലയുടെ സ്റ്റോക്കുകളിലാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട മാർക്കറ്റിലും ഒക്കെ തന്നെയാണെങ്കിലും ഇതിൻ്റെ റിഫ്ലക്ഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ പറയുന്ന വാക്കിന് വലിയ വിലയൊന്നും ഇല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ് ഇവരുടെ ഒരു സംസാര രീതികളൊക്കെ. ജാസ്മിൻ, അതിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ. വെൽക്കം ടു ദ വേൾഡ് ഓഫ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ഈസ് ദ ഗെയിം ഓഫ് ഇമ്പോസിബിൾസ് ആൻഡ് ടു മേക്ക് ദ ഇമ്പോസിബിൾസ് ദ പോസിബിൾസ്. അതാണ് ആ പൊളിറ്റിക്സിന്റെ ഗെയിം എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ നമ്മളിപ്പോൾ മെയ് മുതൽ അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ ആലോചിക്കാം. നമ്മളിപ്പോൾ ഒരു ട്രേഡിംഗ് മെന്റാലിറ്റിയോടെ മാർക്കറ്റിനെ കണ്ടിരുന്നെങ്കിൽ ഓരോ ന്യൂസ് വരുമ്പോഴും നമ്മൾ ഓരോ സ്റ്റാൻഡ് മാർക്കറ്റിൽ എടുത്തേനെ അല്ലേ. ചില സമയത്ത് നമ്മൾ സെല്ല് ചെയ്തേനെ, ചില സമയത്ത് ബൈ ചെയ്തേനെ. അതായത് ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റിന്റെ പുറകെ നമ്മൾ ഓടി നടന്ന് നമ്മുടെ ഈ പറയുന്ന പോലെ കുറെ ട്രേഡിംഗ് ചെയ്ത് കുറെ പൈസയും നഷ്ടമായി, കുറെ ട്രാൻസാക്ഷൻ ഫീയും കൊടുക്കുന്നതല്ലാതെ നമുക്ക് ഇതിലൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി സ്റ്റേ ഇൻവെസ്റ്റഡ് ആൻഡ് ഫോർഗെറ്റ് അബൌട്ട് ഓൾ ദീസ് നോയ്സസ് എന്നാണ്. അതായത് ദ വേൾഡ് വിൽ ഫൈൻഡ് ഇറ്റ്സ് ഓൺ ഫീറ്റ്. ഇപ്പൊ എന്തൊക്കെയായി, ഇപ്പൊ ട്രംപിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും വി ആർ വെരി ഇൻസിഗ്നിഫിക്കന്റ് പീപ്പിൾ. നമ്മൾ വളരെ ചെറിയ മനുഷ്യർ, ചെറിയ ലോകത്ത് ഏതോ ഒരു മൂലയ്ക്ക് നമ്മളൊരു സ്റ്റുഡിയോയിൽ ഇരുന്ന് സംസാരിക്കുന്ന രണ്ടുപേരാ. നമ്മുടെ വർത്തമാനങ്ങളൊന്നും ഈ പറയുന്ന പോലെ അമേരിക്കനെയോ ട്രംപിനെയോ ഒന്നും എത്താൻ പോലും ഒരു അമേരിക്കൻ സിറ്റിസൺ പോലും കാണുന്ന പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ട്രംപ് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയായിരുന്നു തുടക്കം ഏപ്രിലിൽ. അവിടുന്ന് എന്തൊക്കെ വന്നു, അതായത് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം റിട്രാക്ട് ചെയ്ത് ലാസ്റ്റ് എന്താ പറയുക, വേർ ഇറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള രീതിയിലേക്ക് തിരിച്ചു വന്നു, ബാക്ക് ടു സ്ക്വയർ വൺ. ഇതൊരു ബൂമറാങ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞതാ ഇപ്പൊ ഇലോൺ മസ്കിന്റെ കാര്യം നോക്കൂ, എന്തൊക്കെയായിരുന്നു, ഞാനാണ് ഇദ്ദേഹത്തിനെ ജയിപ്പിച്ചത്, ഇതെല്ലാം തിരിച്ച് അതേക്ക് പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് കോർപ്പറേറ്റ് ലൈഫും പൊളിറ്റിക്സും എന്ന് പറയുന്നത്. അതായത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കോർപ്പറേറ്റിന്റെ പൈസയും വേണം, കോർപ്പറേറ്റുകൾക്ക് പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ടും വേണം. അപ്പൊ എവിടെ വെച്ചാണോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞോടുകൂടി ഇത് എൻഡ് ചെയ്തു എന്നുള്ളതാണ്. കാര്യം ഇത് അങ്ങനെ ഒന്നും പോകത്തില്ല എന്നുള്ള. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതാണ് എപ്പോഴും പറയുന്നത്, മാർക്കറ്റിൽ എപ്പോഴും ഇതേപോലത്തെ സംതിങ് ഓർ ദ അതർ വിൽ ബി ബോദറിംഗ് ദ മാർക്കറ്റ് ഓൾവേസ്. ബട്ട് വാട്ട് യു നീഡ് ടു ഡു ഇസ് യു നീഡ് ടു സ്റ്റേ അവേ ഫ്രം ഓൾ ദീസ് നോയ്സസ്. ഈ നോയ്സുകളിൽ നിന്ന് മാറി നിന്ന് ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ ഒരു ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് മാത്രം ചെയ്ത് മാർക്കറ്റിൽ ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല എന്ന് വെച്ചോളൂ, ഒരു കുഴപ്പവും നമുക്ക് സംഭവിക്കില്ലായിരുന്നു എന്നുള്ള. നമ്മൾ ഇതിനനുസരിച്ച് കടന്ന് ചാടിയിരുന്നെങ്കിൽ നമുക്ക് പോരുന്നത് എന്താ, ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടേനെ. അത് മാത്രമല്ല ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും ഒരു ട്രാൻസാക്ഷൻ ഫീയും നമ്മുടെ പോക്കറ്റിൽ നഷ്ടപ്പെട്ടേനെ, മനസമാധാനവും പോയി, ഉറക്കവും പോയി എന്നുള്ള. അപ്പൊ ഇതെല്ലാം മാറ്റിവെക്കാനായിട്ട് ഏറ്റവും നല്ലത് വളരെ പേഷ്യൻസോടുകൂടി ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ് ഫോർമാറ്റിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ജാസ്മിൻ. ഈ പറയുന്ന എന്താ പറയുന്ന അപ്രസക്തമായിട്ട് വരുന്ന പല വാർത്തകളും അത്ര വലിയ രീതിയിൽ എടുക്കേണ്ടതില്ല, ടേക്ക് ചെയ്യേണ്ടതില്ല. സ്വകാര്യമായിട്ടുള്ള രീതിയിലേക്കുള്ള അപ്ഡേഷൻസും വരുന്നത് മാത്രം മുൻനിർത്തി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സും ട്രേഡിങ്ങും ഒക്കെ തന്നെ ഒരു മാർക്കറ്റ് ഇന്റലിജൻസ് ഉപയോഗിച്ച് മാത്രം ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. സർ, മറ്റ് പ്രധാനപ്പെട്ട ന്യൂസുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെയും ഒരു കുത്തക തകരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി റാപ്പിഡോ ഇപ്പോൾ ഒരു ഫുഡ് ഡെലിവറി ബിസിനസ്സിലേക്ക് പ്രവേശിക്കാൻ പദ്ധതിയിടുന്നു എന്നുള്ളൊരു വാർത്തകൾ വന്നതിന് പിന്നാലെ ഇരു കമ്പനികളുടെയും സ്റ്റോക്ക് വലിയ രീതിയിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ ഒരു മോണോപ്പൊളി അല്ലെങ്കിൽ ഒരു ഡുവോപ്പൊളി തകരുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെയും കത്തിക്കൽ കഴിഞ്ഞോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ അവിടെ വരുന്നില്ലേ?
അത് തീർച്ചയായിട്ടും എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് സ്വിഗ്ഗി സൊമാറ്റോ എന്നുള്ളതല്ല, അതായത് ഒരു ബിസിനസ് ഡൈനാമിക്സ്. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ പുറകിൽ ഒരു ബിസിനസ് സൈക്കിൾ ഉണ്ട്. അതായത് ഒരു ബിസിനസ് ഗ്രോ ചെയ്യുന്നതും ബിസിനസിന്റെ എന്താ പറയുക ആ പീക്ക് ചെയ്യുന്ന ലെവലും അത് ആ സൈക്കിൾ തിരിച്ച് താഴേക്ക് വരുന്ന ലെവലും ഒക്കെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്ട് ചെയ്യണം അല്ലേ. സ്റ്റോക്ക് പ്രൈസ് എപ്പോഴും അവരുടെ ബിസിനസ് ഡൈനാമിക്സിനെയാണ് റിഫ്ലക്ട് ചെയ്യണമെന്ന്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എവിടെയെങ്കിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവിടെ ഒരു മോണോപ്പൊളി ബിസിനസ് ആണ് എന്ന് വിചാരിക്കുക, അതിൽ നല്ല പ്രോഫിറ്റ് മാർജിൻ ഉണ്ടെന്ന് വിചാരിക്കുക, തീർച്ചയായിട്ടും ആ ഇൻഡസ്ട്രിയിലേക്ക് കോമ്പറ്റീഷൻ വരും. ആ കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനകത്തൊരു പ്രൈസിങ് പവർ വരും എന്നുള്ളതാണ് അതിനകത്തുള്ള വാസ്തവം. അപ്പം നമ്മളിത് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് ഡെലിവറി ബിസിനസ്സിൽ മാത്രം നിന്നിരുന്നതാണ് ഈ സൊമാറ്റോയും സ്വിഗ്ഗി എന്ന് പറയുന്നത്. സൊമാറ്റോ ആണ് ആദ്യം ലിസ്റ്റ് ചെയ്തതെന്ന് മാത്രം. നമ്മുടെ ഇവിടെ കൂടുതൽ കേരളത്തിലൊക്കെ പോപ്പുലർ ആയിരുന്നത് സ്വിഗ്ഗിയാണ് തുടക്കകാലത്ത്, എസ്പെഷ്യലി കോവിഡിന് ശേഷം വലുതായിട്ട് ബൂം ചെയ്ത ഒരു ഇൻഡസ്ട്രി തന്നെയായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇവർ രണ്ടുപേരും ഒരു പുതിയൊരു മാർക്കറ്റ് പ്ലേസ് കണ്ടുപിടിച്ചു. അതിനെ പറഞ്ഞ എന്തായിരുന്നു, ക്വിക്ക് ഡെലിവറി എന്നാണ് അല്ലെ, ക്വിക്ക് കോമേഴ്സ് എന്ന് പറയുന്നത്. ആ ക്വിക്ക് കോമേഴ്സിലേക്ക് വന്നു. അതാണ് ഇനി അവിടുത്തെ ഇനിയുള്ള പുതിയ ഒരു വെർട്ടിക്കലിൽ നിന്ന് കണ്ടപ്പോഴത്തേക്കും അതിനകത്തേക്ക് എന്തോരം കോമ്പറ്റീറ്റേഴ്സ് വന്നു. ആ കോമ്പറ്റീറ്റേഴ്സ് വന്നത് കാരണം തന്നെയാണ് ഈ 300 രൂപയെന്ന് താഴേക്ക് ഈ പറഞ്ഞ പോലെ സ്വിഗ്ഗി കുറെ നാൾ 200, 220, 230 ട്രേഡ് ചെയ്തത് എന്നുള്ളത് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ പറയുന്നത് എന്താ റാപ്പിഡോയും കൂടെ അതിനകത്ത് കയറുന്നു അല്ലെ, ഫുഡ് ഡെലിവറി ബിസിനസ്സിലേക്ക് കയറുന്നു എന്നാണ്. അപ്പം കോമ്പറ്റീഷൻ എല്ലാ ആംഗിളിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും വരുന്നു എന്നുള്ളത് ഈ ബിസിനസ്സിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ബിസിനസിന്റെ സൈക്കിൾ ഏതാണ്ട് പീക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റീട്രേസ് ചെയ്ത് താഴേക്ക് വരുന്നു. ഇനി ഇവിടെ കിടന്ന് കൺസോൾട്ടേറ്റ് ചെയ്യും. ഇവിടെ കിടന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവരെല്ലാവരും കൂടെ തല്ലുകൂടിയിട്ട് ഇവിടെ നിന്ന് എന്താ പറയുക സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഇതാരാണോ ഇവിടെ വരുന്നത് അവർക്കൊരു റീറേറ്റിംഗ് തുടങ്ങും. അതായിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഇപ്പൊ തന്നെ നമുക്ക് വേറൊരു കാര്യം ചോദിക്കാം. ഇന്നലെ നമ്മുടെ പ്രേക്ഷകന് ഒരു ചോദ്യം ചോദിച്ചിരുന്നു തോന്നുന്നു അല്ലെ, ഒരു IEX എന്തുകൊണ്ടാണ് പോയെന്ന് വെച്ചാൽ, ഈ IEX ഈ സ്വിഗ്ഗിയുടെ സൊമാറ്റോയും പറയും പോലെ സെയിം സാധനം തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ രസം വെച്ചാൽ IES ഏതായാലും ആ ചോദ്യം ചോദിച്ചാൽ നന്നായി എന്നുള്ള കാര്യം. ഇത് പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കണം എന്ന് വിചാരിച്ച ഒരു സബ്ജക്റ്റാണ്. IEX ഇതിനൊരു നിമിത്തം മാത്രം ഇന്നലെ ആയിന്നേ ഉള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ IEXന്റെ കാര്യം. IEX എന്നല്ല ഇപ്പം നടക്കാൻ പോണ കാര്യം. അത് പറയണമെന്നുണ്ടെങ്കിൽ അടുത്ത കാലത്ത് ഞാൻ ഇതൊരു പ്രാവശ്യം ഒരു തൊട്ട് പറഞ്ഞിരുന്നു ഇതിനകത്ത്, അതായത് നമ്മുടെ ഓപ്പണിംഗ് ഹൗസിൽ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു എന്നാണ്. അതായത് അടുത്ത കാലത്ത് ഒരു ഈവന്റ് നടന്നിരുന്നു. ആ ഈവന്റിൽ നമ്മുടെ നന്ദൻ നിലേക്കാനി അല്ലേ, കോ ഫൗണ്ടർ ഓഫ് ഇൻഫോസിസ്, അതായത് ദ ഫാദർ ഓഫ് UPI അല്ലെ, ഇന്നിപ്പോ നമ്മൾ കാണുന്ന GPay, ഫോൺ പേ അല്ലെങ്കിൽ Paytm ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ആ UPI പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു. അദ്ദേഹവും പ്രൈം മിനിസ്റ്റർ മോഡിയായിട്ട് നടന്ന ഒരു മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അയാളാണ് ഫാദർ ഓഫ് UPI, ഇൻഫോസിസിന്റെ ഫൗണ്ടർ. വെരി വെരി ബിഗ് വിഷണറി, നമുക്കറിയാലോ, നന്നായിട്ട് ഒരു കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, അതായത് എനർജി ഈസ് ദ നെക്സ്റ്റ് UPI. ഇനി UPI കഴിഞ്ഞാൽ ഇന്ത്യയിൽ തരംഗമാവാൻ പോകുന്നത് എനർജി ആണെന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ നെക്സ്റ്റ് UPI എന്ന് പറയാൻ കാര്യം വെച്ചാൽ അയാൾ പറയുന്നത് വെച്ചാൽ ഇവിടെ ഇന്ത്യയിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസ് വരും. എന്തിനാ? എനർജി ട്രേഡ് ചെയ്യാൻ. എനർജി അതായത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ഷെയർസ് ട്രേഡ് ചെയ്യും പോലെ എനർജിയും ഇലക്ട്രിസിറ്റിയും പവറും ട്രേഡ് ചെയ്യാൻ പോലെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് സിമ്പിൾ ടേംസിൽ നമുക്ക് നോക്കാം. എൻ്റെ വീട്ടിൽ ഞാൻ സോളാർ പാനൽ വെച്ചു എന്ന് വിചാരിക്കുക. ഞാൻ ഏറ്റവും ഡിസ്ക്രീറ്റ് ടേംസിൽ പറയാം. ആ സോളാർ പാനൽ വെച്ചിട്ട് ഞാൻ ആവശ്യത്തിനുള്ള പവർ ഞാൻ ഒരു ദിവസം യൂസ് ചെയ്യും. ബാക്കി എനിക്ക് വരുന്ന പവർ എനിക്ക് വേണമെങ്കിൽ ജാസ്മിന് ട്രേഡ് ചെയ്യാം, ജാസ്മിൻ എൻ്റെ നിന്ന് മേടിക്കാം. അപ്പം ഞാനൊരു ബിഡ് പറയുന്നു, ഞാനൊരു ബിഡ് ആസ്ക് ചെയ്യുന്നു, ജാസ്മിൻ ഒരു ബിഡ് ഇടുന്നു. വേറെ ഒരാൾക്കും വേണമെങ്കിൽ എന്നെ പോലെ ഇതേപോലെ ജാസ്മിന് സപ്ലൈ ചെയ്യാം. അദ്ദേഹത്തിന്റെ റേറ്റ് ആണ് ജാസ്മിന് നന്നായിട്ട് തോന്നണമെങ്കിൽ നിങ്ങൾ തമ്മിലാവാം, എൻ്റെ ട്രേഡ് നടക്കണ്ട. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് നടക്കും പോലെ ഒരു ഡിജിറ്റൽ പവർ ട്രേഡിംഗ് മാർക്കറ്റ് പ്ലേസ് വരും. ഇത് കൂടാതെ തന്നെ ദിസ് കുഡ് ക്രിയേറ്റ് മില്യൺസ് ഓഫ് എനർജി ഓൺട്രപ്രനേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ അന്ന് മുതൽ ഈ ഒരു ഇൻഡസ്ട്രിയെ വാച്ച് ചെയ്യണം. കാര്യം വെച്ചാൽ നന്ദൻ നിലേക്കാനി ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണമല്ലോ. അപ്പം ഞാൻ അതിനെ വാച്ച് ചെയ്ത് വന്നപ്പോൾ ഇന്ത്യയിൽ ഈ നമ്മളിപ്പോൾ IEXൽ വരുന്നതിനെ കുറിച്ച് മുമ്പ് നമുക്ക് പറയാം. അതായത് പവർ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇലക്ട്രിസിറ്റി സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള ഒരു സംഭവം തന്നെയാണ്. അവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി ബൈയും സെല്ലും നടത്താം. ഓക്കെ, നമ്മൾ ഒരു പ്രൈസ് കോട്ട് ചെയ്യുന്നു, വേറൊരാൾ അത് ബിഡ് ചെയ്യുന്നു, രണ്ടും തമ്മിൽ മാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രേഡ് കടന്ന് മുന്നോട്ട് പോകുന്നു. ഇങ്ങനത്തെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പവർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതായത് ഇവിടെ
സെല്ലേഴ്സും ബയേഴ്സും മീറ്റ് ചെയ്യുന്നു. ഓക്കെ. ആരാണ് സെല്ലർ? സെല്ലർ എന്ന് പറയുന്ന ഒരു പവർ പ്രൊഡ്യൂസിങ് കമ്പനി ആയിരിക്കാം. ഒരു പവർ പ്രൊഡ്യൂസിങ് കമ്പനി അവരുടെ ബിഡ് ഇടുന്നു. ബയർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഇൻഡസ്ട്രി ആയിരിക്കാം. ഇപ്പൊ സിമെന്റ് ആയിരിക്കാം, ഓട്ടോമൊബൈൽ ആയിരിക്കും. അവരുടെ ഫാക്ടറീസ് റൺ ചെയ്യാൻ അവർക്ക് പവർ വേണം. അപ്പോൾ അവർക്ക് ക്യാപ്റ്റീവ് പവർ പ്ലാന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അവർ പവർ പ്ലാന്റ് മേടിക്കുന്നു. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കമ്പനി ഇവരും തമ്മിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നു. ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ മാച്ച് ചെയ്യുമ്പോൾ ആ ട്രേഡ് നടന്നു പോകുന്നു, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ പറയുന്ന പവർ ട്രേഡിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ട്രേഡിംഗ്, അല്ലെങ്കിൽ എനർജി ട്രേഡിംഗ് എന്നുള്ളത്. ഇത് 3 വാക്കുകളും നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇതിൻ്റെ 90% മുകളിൽ ആ മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ് IEX, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ഈ IEX എന്ന് പറയുന്നത്. IEXന് എങ്ങനെയാണ് പൈസ കിട്ടുന്നത്? ബയറും സെല്ലറും തമ്മിൽ ആ ഇലക്ട്രിസിറ്റി ട്രേഡിംഗ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഫീ, അതായത് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണോ പൈസ കിട്ടുന്നത്, അതേപോലെ ട്രേഡ് നടക്കുമ്പോൾ ഒരു ഫീസ് ആണല്ലോ കിട്ടുന്നത്, പെർസെൻറ്റേജ് കമ്മീഷൻ. അതേപോലെ കിട്ടുന്ന ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ IEX എന്ന് പറയുന്നത്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മെജോറിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് ഹാപ്പൻ ദെയർ. അതായത് അവർ മോണോപ്പൊളി ആയിട്ട് ജീവിച്ചു പോവുകയാണ്. അവർ തന്നെ പ്രൈസ് സെറ്റ് ചെയ്യുന്നു. അവരതിനകത്ത്, അതായത് അവർ പറയുന്ന ടേംസിലും കണ്ടീഷൻസിലുമാണ് ട്രേഡിംഗ് നടക്കണമെന്നുള്ളത്. അപ്പോൾ അവർ ഒരു മോണോപ്പൊളിസ്റ്റിക് ബിസിനസ് ആയിരുന്നു IEX എന്നുള്ളത് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഇവർക്ക് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് അവർക്ക് ഗ്യാസ് ട്രേഡിംഗ് എക്സ്ചേഞ്ചും കൂടെ ഉണ്ടെന്നുള്ളത് ഒന്ന് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത കാലത്ത് വന്നൊരു കാര്യം, ഇതിന് ഇവർക്കൊരു കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഇവർക്ക് കോമ്പറ്റീറ്റേഴ്സ് പറഞ്ഞാൽ പവർ എക്സ്ചേഞ്ച് ഇന്ത്യ ലിമിറ്റഡ്, അതായത് PXIL, അവരാണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്ലെയർ. മൂന്നാമത് ഒരു ചെറിയ ഒരു സ്മോൾ ഇൻസിഗ്നിഫിക്കൻറ്റ് പ്ലെയർ ഉണ്ട്. അവരുടെ പേര് ഹിന്ദുസ്ഥാൻ പവർ എക്സ്ചേഞ്ച് ആണ്, HPX. അപ്പോൾ IEX കൂടാതെ PXIL ഉണ്ട്, HPX, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്ക് വന്നൊരു കാര്യം വെച്ചാൽ എന്തുകൊണ്ട് IEX താഴെ, ഇപ്പോൾ IEXന്റെ ബിസിനസ് എന്താണെന്ന് നമ്മൾ സിമ്പിൾ ടേംസിൽ മനസ്സിലാക്കി കൊടുത്തല്ലോ. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് IEX ഇന്നലെ 10% താഴെ പോയെന്നല്ല. അതായത് പവർ മിനിസ്റ്റർ ഉണ്ടല്ലോ, അതായത് മനോഹർ ലാൽ ഖട്ടർ, ഇതിനു മുമ്പ് നമ്മുടെ ഹരിയാന ചീഫ് മിനിസ്റ്റർ ആയിരുന്നത്, അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഒരു ഫെയർനെസ് കൊണ്ടുവരാൻ വേണ്ടി, അതായത് ഇപ്പോൾ ഓരോരുത്തരും ഓരോ എക്സ്ചേഞ്ചിലും മോണോപ്പൊളികളാണ്. അത് പ്രത്യേകിച്ച് IEX എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ മോണോപ്പൊളി തകർത്ത് ആൾക്കാർക്ക് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബിഡിങ്ങും ഒരു ട്രാൻസ്പെറൻസിയും ഫെയർ പ്രൈസിങ്ങും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റ് കപ്ലിങ്ങിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഡിസ്കഷൻ പേപ്പർ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു സ്പീച്ച് നടത്തിയിരുന്നു. ഈ മാർക്കറ്റ് കപ്ലിംഗ് എന്താണെന്നുള്ളത്, മാർക്കറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ മാർക്കറ്റ് പ്ലേസുകളും, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ IEX എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് അല്ലേ. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇറ്റ് ഈസ് എ മാർക്കറ്റ് പ്ലേസ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ്. അതായത് നമ്മുടെ സാധാരണ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ചന്തയിൽ എന്താ, നമ്മൾ പച്ചക്കറി പ്രൊഡ്യൂസ് ചെയ്യുന്നവർ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, അത് ആവശ്യമുള്ളവർ അവിടെ പറയുന്നു, രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രൈസ് നടക്കുന്നു, നെഗോസിയേഷൻ നടക്കുന്നു. മാർക്കറ്റിന് എന്താ കിട്ടുന്നത്? മാർക്കറ്റിന് അവർ വന്നിരിക്കുന്നതിന് ഒരു ട്രാൻസാക്ഷൻ ഫീ ആണ് കിട്ടുന്നത് അല്ലേ. ബയേഴ്സും സെല്ലേഴ്സിനെയും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ എന്താ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാ മാർക്കറ്റ് പ്ലേസുകളും കൂടെ ഒന്നിക്കുക. അതായത് സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമ്മൾ ഇങ്ങനെ ആലോചിക്കാം. 3 പച്ചക്കറി മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു സ്ഥലത്ത് ടൊമാറ്റോന് ഒരു വിലയായിരിക്കാം, വേറൊരു മാർക്കറ്റിൽ ടൊമാറ്റോന് മറ്റൊരു വിലയായിരിക്കാം, മൂന്നാമത്തെ മാർക്കറ്റിൽ ടൊമാറ്റോ വേറൊരു വിലയായിരിക്കാം. വാട്ട് ഇഫ് ഇത് 3ഉം കൂടെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നാലോ? ഒരൊറ്റ പ്രൈസിങ്ങേ കാണും, റൈറ്റ്. അപ്പോൾ ഇപ്പം IEX റൂൾ ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് IEXനെ മാർക്കറ്റ് കപ്ലിങ്ങിൽ കൂടി മറ്റുള്ളവരായിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസിലേക്ക് കൊണ്ടുവരുമ്പോൾ IEXന്റെ ആ മോണോപ്പൊളിസ്റ്റിക് ആ ഒരു സ്റ്റാൻസ് ഉണ്ടല്ലോ, അത് പയ്യെ മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ ആൾക്കാർക്ക് ഇത് ഗുണം എന്താ? എല്ലാം കൂടെ ഒറ്റയടിക്ക് വരുമ്പോൾ ഒരു ഫെയർനെസ് അവിടെ സംഭവിക്കുന്നു. ലോവർ കോസ്റ്റിൽ നമുക്ക് എനർജി ട്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പവർ ഇലക്ട്രിസിറ്റി ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് വരുന്നു എന്നുള്ള. അപ്പോൾ ഈ പ്രൈസ് ഡിഫറൻഷ്യലൊക്കെ എടുത്ത് കളഞ്ഞ് എല്ലാത്തിലേക്കും കമ്പൈൻ ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ പവർ കപ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി. ഇത് ഗവൺമെൻറ് ആലോചിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി IEXന്റെ ആ മേൽക്കോയ്മ അല്ലെങ്കിൽ ആ മോണോപ്പൊളിസ്റ്റിക് സ്റ്റാൻസ് പതുക്കെ മാറുന്നു. അത് കാരണം എത്രത്തോളം പ്രീമിയം മാർക്കറ്റ് അതിന് കൊടുത്തോ ആ പ്രീമിയം അതിനെ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അതാണ് കാരണം IEX 10% താഴെ വരാനായിട്ടുള്ള കാര്യം. ഇതിപ്പോൾ IEXനെ മാത്രം പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ NSEക്കും ആരോ ചേർത്ത് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന്, NSEക്കും MCXനും ഈ ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ്സിന് ഇന്ന് ലൈസൻസ് കിട്ടിയെന്ന് നമ്മൾ പറയണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെ റെവല്യൂഷനാണ് പവർ ബിസിനസ്സിൽ വരുന്നത്. അതായത് നമുക്കിപ്പോൾ അതിനകത്ത് നിന്ന് ആ ഡെറിവേറ്റീവ് മേടിക്കാം ഓൺ എക്സ്പെക്ടേഷൻ ദാറ്റ് ഫ്യൂച്ചറിൽ ഇലക്ട്രിസിറ്റി പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിലയ്ക്ക് ആ കോൺട്രാക്ട് മേടിച്ച് ലോക്ക് ഇൻ ചെയ്യാം. എന്നിട്ട് അതിനകത്ത്
ഫിസിക്കൽ സെറ്റിൽമെന്റ് ഇല്ല, ഫിനാൻഷ്യൽ സെറ്റിൽമെന്റേ ഉള്ളൂ, നമുക്ക് പൈസ ആയിട്ടാണ് അതിന് സെറ്റിൽമെന്റ് വരുന്നത്. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെ രീതിയിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറണമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നെക്സ്റ്റ് UPI ആയിട്ട് നന്ദൻ നിലേക്കാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു കാണിക്കുന്നത് ഇൻഡസ്ട്രി ഈസ് ഗ്രോയിങ്. ഇപ്പം നമ്മൾ സൊമാറ്റോനെ കുറിച്ച് പറഞ്ഞു, ഇത് 2 കൊല്ലം മുമ്പെയാണ് പറയുമ്പോഴാണ് സൊമാറ്റോന്റെ കഥ ഉണ്ടായിരുന്നതെന്നുള്ള. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഈ പവർ ട്രേഡിങ്ങിന്റെ എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുന്നതായിരിക്കാം നെക്സ്റ്റ് ഇൻതിങ് സ്റ്റോറി എന്നുള്ളത് കൂടെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് രസകരമായിട്ടുള്ളത് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഇവോൾവ് ചെയ്ത് എങ്ങനെ വരാൻ പോകുന്നറിയോ? അതായത് ഇന്ത്യയുടെ പവർ സെക്ടറിൽ വലിയൊരു വ്യത്യാസമാണ് ഇത് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ഇപ്പം ഇലക്ട്രിസിറ്റി സർപ്ലസ് വരികയാണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് സോളാർ പ്ലാന്റ് വയ്ക്കണം എന്നില്ല, ഇനി നമുക്ക് വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് മേടിക്കാം എന്നുള്ളതാണ്. അതായത് നമുക്ക് അത്രയും കോസ്റ്റ് വരണമെന്ന്. ഇതൊരു വലിയ റെവല്യൂഷനിലേക്ക് പോകണമെന്നുള്ള ഒരു കാര്യം. ഇതിനകത്ത് ഈ പവർ സെക്ടറിനെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ, നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി ഗ്രിഡുകളിൽ കൂടെയാണല്ലോ നമുക്ക് കണക്ട് ചെയ്യണേ. നമ്മൾ ഈ 11 kV ലൈനൊക്കെ കാർ ഓടിച്ച് പോകുമ്പോഴും ട്രെയിനിൽ പോകുമ്പോഴും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രാൻസ്മിഷൻ ലൈൻസ് ഒക്കെ ആണ്. ഈ ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് കഴിഞ്ഞാൽ പഴയ ട്രാൻസ്മിഷൻ ലൈൻസ് ആണ്. അതായത് നമ്മൾ ഈ കോളും ഹൈഡ്രോ ഇലക്ട്രിക് പവറും മാത്രം ക്യാരി ചെയ്യുന്ന ഒരു പവർ സിസ്റ്റമാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഇനി സോളാറും വിൻഡും ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ ഈ എനർജി റിക്വയർമെന്റ്സ് ഭയങ്കരമായിട്ട് കൂടുകയാണല്ലോ. അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നു, അത് ചാർജ് ചെയ്യണം, ഡേറ്റാ സെന്റേഴ്സ് വരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിൽ ഒരുപാട് പവർ കൺസ്യൂം ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. ഇതെല്ലാം കൂടെ വരുമ്പോൾ വി നീഡ് ആൻ ഓവറോളിംഗ് ഓഫ് ഓൾ ദീസ് ഇലക്ട്രിക്കൽ ഗ്രിഡ്സ് ആൻഡ് നെറ്റ്വർക്സ് എന്നുള്ള. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആസ് ഫാർ as ട്രാൻസ്ഫോമർ കമ്പനീസ് ഈസ് കൺസേൺ, കേബിൾ കമ്പനീസ് കൺസേൺ, ട്രാൻസ്മിഷൻ ലൈൻസ് ഈസ് കൺസേൺ, മെറ്റൽ കമ്പനീസ് ആർ കൺസേൺ. ഇതെല്ലാം കൂടെ ചേർത്ത് പവർ സെക്ടർ ഈസ് ഇൻ ഫോർ എ ഗ്രേറ്റ് റിഫോം ആൻഡ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. നമ്മൾ എക്സ്ചേഞ്ച്, ട്രാൻസ്മിഷൻ ലൈൻസ്, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ്, ഈ ലെവലിൽ മാസീവ് ചേഞ്ച് ആണ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പവർ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള പറഞ്ഞു വയ്ക്കുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റാർട്ടിംഗ്. ദിസ് വിൽ ബി എ ക്ലോസ് ഇൻഡസ്ട്രി ടു വാച്ച്. ജാസ്മിൻ, യെസ്, ഏതായാലും നമുക്ക് ഇനി ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് കൂടി കിടക്കാം. അതിനായിട്ട് ഇപ്പോൾ നിഖിലാണ് റിസർച്ച് ഡെസ്കിൽ നിന്നും ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്നൊരു എക്സ്പയറി ഡേ ആണ്. മാർക്കറ്റിൽ രാവിലത്തെ ആ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റി ഇപ്പോൾ കാണുന്നില്ല. ഒരു 50 പോയിന്റുകളോളമുള്ള ഒരു ഇടിവ് കാണുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഈ എക്സ്പയറി ദിനത്തിൽ ഏകദേശം ഒരു 0.25% ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലുള്ളൊരു ഇടിവാണ് നിഫ്റ്റി 50 നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 25,083 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ 22 കമ്പനികൾ അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്യുമ്പോൾ 27 കമ്പനികൾ അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്യുമ്പോൾ 22 കമ്പനികൾ ഇടിവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നിരക്കിലുള്ള ഒരു ട്രേഡിംഗ് നിഫ്റ്റി ബാങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 60 ബേസിസ് പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു ഇടിവാണ് നിഫ്റ്റി ബാങ്കിൽ കാഴ്ചവെച്ചുകൊണ്ട് 56,399 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ നിലവിൽ 7 ബാങ്കിങ് ഓഹരികൾ നിലവിൽ നേട്ടത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ 4 ബാങ്കിങ് ഓഹരികൾ ഒരു ഇടിവ് രേഖപ്പെടുത്തി ട്രേഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യിലെ തന്നെ ടോപ്പ് ഗെയിനേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ ഭാഗത്ത് നിന്നാണ് നമുക്ക് മികച്ച ഒരു പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 2% മുകളിലുള്ളൊരു നേട്ടത്തിലുള്ളൊരു ട്രേഡിംഗ് ഏഷ്യൻ പെയിന്റ്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഓഹരികൾ 1.25% മുകളിലുള്ളൊരു നേട്ടവും, സൺഫാർമ 1.5% മുകളിലും, ബജാജ് ഫിൻസർവിൻ്റെ ഓഹരികൾ ഏകദേശം 1.25% മുകളിലുമുള്ളൊരു നേട്ടം നിലവിൽ വിപണിയിൽ പ്രകടമാക്കുന്നു. അടുത്തതായിട്ട് ഇടിവ് നേരിടുന്ന കമ്പനികളിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പങ്കുവയ്ക്കേണ്ടതായിട്ടുള്ളത് ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഏകദേശം 1.25% ഒരു ഇടിവ് ഇൻഫോസിസ് ഓഹരികൾ നേടുമ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികളിലും 1.25% ഒരു ഇടിവും, ടാറ്റ സ്റ്റീലിന്റെ ഓഹരികളും 1% മുകളിലുമുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഇറ്റേണൽ ടെക് മഹീന്ദ്ര ഓഹരികൾ 1%-ഓളമുള്ളൊരു ഇടിവ് നിലവിൽ നിഫ്റ്റി 50 സൂചികയിൽ നിന്ന് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു 70 ബേസിസ് പോയിന്റുകളുടെ ഒരു ഇടിവ് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ നിലവിൽ കാണാൻ സാധിക്കുന്നു. 56,391 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. കമ്പനികളുടെ പെർഫോമൻസിലേക്ക് കടക്കുകയാണെങ്കിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഏകദേശം 0.25% നേട്ടം കാഴ്ചവെക്കുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡ 0.25% മുകളിലുള്ളൊരു നേട്ടവും രേഖപ്പെടുത്തുന്നു. എങ്കിൽ കൂടി മറ്റ് ബാങ്കിങ് ഓഹരികളിലേക്കൊക്കെ കടക്കുമ്പോൾ നിലവിലൊരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഫെഡറൽ ബാങ്ക് ഓഹരികൾ 0.25%, IDFC ഫസ്റ്റ് ബാങ്ക് 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലും ഉള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ കോട്ടക് മഹീന്ദ്ര ബാങ്ക് അടക്കം 0.5%, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഓഹരികളും 0.5% ഒരു ഇടിവിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നു. ആക്സിസ് ബാങ്ക്, ICICI ബാങ്കും മറ്റും പരിശോധിക്കുമ്പോഴും മാർജിനലായ
ഒരു ഇടിവിൽ തന്നെയാണ് നിലവിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഫാർമ സെക്ടറുകൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സെക്ടറുകളും ഇപ്പോൾ ഇടിവിലേക്ക് കടന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ മികച്ച മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ഫാർമയിലാണ്. ഏകദേശം 0.25% മുകളിലുള്ളൊരു നേട്ടത്തോടു കൂടി 22,236 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഫാർമ സൂചികയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാർമ സൂചികയിലെ കമ്പനികളുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ അജാന്ത ഫാർമയുടെ ഭാഗത്ത് നിന്ന് മികച്ച ഒരു ഔട്ട് പെർഫോമൻസ് തന്നെ ഉണ്ടാകുന്നു. ഏകദേശം 3% മുകളിലുള്ള ഒരു നേട്ടം അജാന്ത ഫാർമ കാഴ്ചവെക്കുമ്പോൾ നാറ്റ്കോ ഫാർമ 0.5% മുകളിൽ ഏകദേശം 0.25% ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു നേട്ടവും സൺഫാർമയുടെ ഓഹരികൾ ഏകദേശം 1.5% മുകളിലുള്ളൊരു നേട്ടവും നിലവിൽ ഇപ്പോൾ പ്രകടമാക്കുന്നു. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 1% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു നേട്ടം തന്നെയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഡോക്ടർ റെഡ്ഡീസിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി നമുക്ക് നിലവിൽ പങ്കുവയ്ക്കാനായിട്ടുണ്ട്. നൊമൂറ നിലവിൽ ഡോക്ടർ റെഡ്ഡീസിൻ്റെ ഓഹരികൾക്ക് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 1575 രൂപയാണ്. നിലവിലെ ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ 1362 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഒരു കമൻട്രി മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമൻട്രി തന്നെ ഡോക്ടർ റെഡ്ഡീസിൻ്റെ മാനേജ്മെൻറ്റ് കമ്പനിയെ പറ്റി ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. കമ്പനിക്ക് ഏകദേശം 2 മുതൽ $2.5 ബില്യൺ വരെ അക്യൂസിയേഷൻ നിലവിൽ നടത്താനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് എന്നൊരു കാര്യമാണ് മാനേജ്മെൻറ്റ് പങ്കുവച്ചിരിക്കുന്നത്. എങ്കിൽ പോലും വളരെ സെലക്റ്റീവായിട്ടും കോൺഷ്യസ് ആയിട്ടും മാത്രമേ തുടർന്നുള്ള അക്യൂസിയേഷൻസ് മറ്റും നടത്തൂ എന്നൊരു കാര്യം നിലവിൽ ഡോക്ടർ റെഡ്ഡീസിൻ്റെ മാനേജ്മെൻറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഏകദേശം ഒരു 500 ബേസിസ് പോയിൻറ്റ്സിൻ്റെ ഒരു കുറവ് തങ്ങളുടെ കോസ്റ്റിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലേക്കും കമ്പനി ഇപ്പോൾ കടക്കുന്നു. നിലവിൽ സെയിൽസുമായി കമ്പയർ ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 37%. ഇത് ഏകദേശം ഒരു 32% കുറയ്ക്കാനുള്ളൊരു പദ്ധതി കൂടിയാണ് ഇപ്പോൾ കമ്പനി പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ എബിഡ മാർജിൻ 25% നിലനിർത്താൻ സാധിക്കുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് കൂടിയാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് കമ്പനിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റ് ഫാർമ കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ ലോറസ് ലാബ്സ് ഏകദേശം 0.5%, ബയോകോൺ ഓഹരികൾ ഏകദേശം മാർജിനലായ ഒരു ഇടിവും നിലവിൽ ഇപ്പോൾ വിപണിയിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിഫ്റ്റി മീഡിയയിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 0.25% ഉള്ളൊരു നേട്ടം നിഫ്റ്റി മീഡിയയും പ്രകടമാക്കുന്നു. 1743 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി മീഡിയ ഇപ്പോൾ പൊസിഷൻ ചെയ്തിരിക്കുന്നു. ഓഹരികളുടെ ഒരു പെർഫോമൻസിലേക്ക് കടക്കുമ്പോൾ സൺ ടി വി നെറ്റ്വർക്ക്സ് ഏകദേശം 2%, സി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഓഹരികൾ 2% മുകളിലുമുള്ളൊരു നേട്ടം കാഴ്ചവെക്കുമ്പോൾ സരിഗമ ഇന്ത്യയുടെ ഓഹരികൾ അടക്കം 0.5% മുകളിലുള്ളൊരു നേട്ടം. ഡെൻ നെറ്റ്വർക്സിലേക്ക് വരികയാണെങ്കിലും 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലുള്ളൊരു നേട്ടവും പ്രകടമാക്കുമ്പോൾ PVR ഐനോക്സ് അടക്കമുള്ള ഓഹരികൾ ഏകദേശം ഒരു 0.25% ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലും നസാറ ടെക്നോളജീസിൻ്റെ ഓഹരികൾ ഏകദേശം 1% ഒരു ഇടിവ് നിലവിൽ ഇപ്പോൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇന്നത്തെ വിപണി പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടിവ് നേരിടുന്ന അല്ലെങ്കിൽ സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂചികയായിട്ട് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി IT ആണ്. ഏകദേശം 1% മുകളിലുള്ളൊരു ഇടിവ് നിഫ്റ്റി IT പ്രകടമാക്കുന്നു. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഉടനീളം നേട്ടം കാഴ്ചവെച്ചിരുന്ന നിഫ്റ്റി IT ഇന്നിപ്പോൾ ഏകദേശം 1% മുകളിലുള്ളൊരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. 38,354 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ITയിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ITയിലെ കമ്പനികളുടെ പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ കമ്പനികളും നിലവിൽ നിഫ്റ്റി ITയിൽ നിന്ന് ഇടിവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കാഴ്ച. ഇൻഫോസിസ് പരിശോധിക്കുമ്പോൾ 1.25% ഒരു ഇടിവും, HCL ടെക് 1.5% ഇടിവും രേഖപ്പെടുത്തുമ്പോൾ വിപ്രോ ഓഹരികൾ 0.5% മുകളിലും L&T ടെക്നോളജി സർവീസസ് അടക്കമുള്ള ഓഹരികൾ 1% മുകളിലുമുള്ളൊരു സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി ITയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ മറ്റൊരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി പരിശോധിക്കുകയാണെങ്കിൽ ജെഫ്രീസ് നിലവിൽ മാക്സ് ഹെൽത്തിന് ഒരു ബൈ റേറ്റിംഗ് ആണ് നൽകുന്ന ഒരു റിപ്പോർട്ടാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറയുന്നത് 1400 രൂപയാണ്. നിലവിൽ 1207 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് മാക്സ് ഹെൽത്തിൻ്റെ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇൻഷുറൻസ് കവറേജ്, അതായത് ബെഡ് കപ്പാസിറ്റി അനുപാതമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് ഒക്കെ ഒരു 75% വർദ്ധിപ്പിച്ചിട്ട് 9000 ഒരു ബെഡ് കപ്പാസിറ്റിയിൽ കമ്പനി ഒരു 3-4 വർഷത്തിനുള്ളിൽ എത്തിച്ചേരാനുള്ള രീതിയിലുള്ള ഒരു പ്ലാനും മറ്റുമൊക്കെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് അവരിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് കൂടുതലായും ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷനും മറ്റുമൊക്കെയുള്ള ഒരു ഫീൽഡും ചൂസ് ചെയ്തുകൊണ്ടാണ് കമ്പനി ഈ ഒരു എക്സ്പാൻഷൻ നിലവിൽ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ നടത്താൻ സാധിക്കുകയാണെങ്കിൽ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വിസിബിലിറ്റി തന്നെ കമ്പനിക്കുണ്ട് എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ജെഫ്രീസ് അവരുടെ റിപ്പോർട്ടിൽ നിന്ന് പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നതായിട്ട് നമുക്ക് അറിയിക്കാനായിട്ടുള്ളത്. അടുത്തതായി നമ്മൾ മാർക്കറ്റിലേക്ക് മടങ്ങി പോവുകയാണെങ്കിൽ നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏകദേശം ഒരു
0.25% ഇടിവ് നിഫ്റ്റി 50 സൂചിക ഇപ്പോഴും തുടരുന്നു. 25,096 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് പുരോഗമിക്കുമ്പോൾ 56,430 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്ക് നിലനിൽക്കുന്നത്. വളരെ ഫ്ലാറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇടിവ് നിഫ്റ്റി ബാങ്കിൽ കാണുന്നു. ജാസ്മിൻ, ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകൾ. ഓക്കെ, നിഖിലാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ്സ് നൽകിയത്. ഇനി നമുക്ക് ഏതായാലും മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്കും മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസും അറിയേണ്ടതുണ്ട്. അതിനായിട്ട് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻഫോറെക്സ് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അനീസ് ചന്ദ്രൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സർ ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ്, താങ്ക് യു. യെസ്, എന്തായാലും നമ്മൾ മാർക്കറ്റിലേക്ക് തന്നെ പോകാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വോളറ്റിലിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സ്പയറി ഡേ ആണ്. 25,100 എന്നുള്ളൊരു നിലയിലേക്ക് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് പ്രധാനമായിട്ടും നിഫ്റ്റി 50യുടെ ഒരു മൂവ്മെന്റ് എങ്ങനെയാകാനുള്ള ഒരു ചാൻസസ് ആണുള്ളത്? വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ഇന്ന് 25,000 എബോവ് നിൽക്കുന്നത് തന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിഫ്റ്റി പെർഫോം ചെയ്യുന്നത് ഇന്നത്തെ ലെവലിൽ നെഗറ്റീവ് ആണെങ്കിൽ പോലും ഒരു സെന്റിമെന്റൽ പോസിറ്റീവ് 25,000 മുകളിൽ നമ്മൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് എക്സ്പയറി ആണ്. വോൾട്ടാലിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ മാർക്കറ്റ് ഹൈലി വോൾട്ടൈൽ ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പല മിക്സഡ് ട്രെൻഡുകളുമാണ് നമ്മൾക്ക് ഇന്നത്തെ മാർക്കറ്റിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. 25,000 എന്നത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. ഇപ്പോൾ സൈക്കോളജിക്കലി അല്ലാതെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് ഇന്നത്തെ ഒരു ട്രേഡിംഗ് പ്രാക്ടീസിന്. ഇതിൽ നിന്ന് ഒരു അപ്സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്സൈഡിന്റെ സാധ്യതയുണ്ട്. അത് സെക്കൻഡ് ഹാഫിലേക്ക് ഒരു അപ്സൈഡ് വരാനുള്ള സാധ്യതയാണ്. അതിനു മുമ്പ് തന്നെ മാർക്കറ്റ് കുറച്ചുകൂടെ കറക്റ്റീവ് ആക്ഷൻസിലേക്കൊക്കെ ഇന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് അപ്സൈഡിലേക്ക് വരികയാണെങ്കിൽ 25,240 ആ ലെവലിലേക്കൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. ഈ സപ്പോർട്ട് കിട്ടുന്ന ചില സെക്ടേഴ്സ് നമ്മൾ ഇപ്പൊ ഫാർമ പറഞ്ഞു, അതേപോലെ തന്നെ ചില സെക്ടേഴ്സിൽ നിന്ന് മാത്രമാണ് സപ്പോർട്ട് ഒരു പോസിറ്റീവ് സൈഡിലേക്ക് കിട്ടുന്നത്. മറ്റുള്ള സെക്ടേഴ്സ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഡൗൺ സൈഡിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ അത് ഹൈലി വോൾട്ടൈൽസ് ഒരു സെക്ഷൻ ആയിരിക്കുമെന്നാണ് ഞാൻ ഇന്നത്തെ ഒരു ട്രേഡിംഗ് വ്യൂവിൽ പ്രതീക്ഷിക്കുന്നത്. സോ 25,240 ഒരു അപ്പർ സൈഡും 25,000 എന്നുള്ള ഒരു ലെവലും സപ്പോർട്ടായിട്ട് ഇന്നത്തെ ട്രേഡിംഗിൽ കാണാവുന്നതാണ്. ഒപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കിയാലും ഇന്നിപ്പോൾ നമുക്കൊരു ആദ്യം ഇരട്ടുകളിൽ ഒരു ഇടിവായിരുന്നു. ഇപ്പോൾ അതൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലേക്ക് മാറുന്നുണ്ട്. ഇടിവിന്റെ ഒരു ആഘാതം അല്പം കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. 56,444 എന്നുള്ളൊരു നിലവാരത്തിലാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇപ്പോൾ ഈ മിനിറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇന്ന് കമ്പാരിറ്റീവ്ലി അതൊരു ജസ്റ്റ് സസ്റ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ലെവൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം നിഫ്റ്റി ബാങ്കിന്റെ ഒരു ടോട്ടൽ നമ്മൾ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ബാങ്കിന്റെയും പെർഫോമൻസ് മിക്സഡ് ആണ്, അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് ട്രെൻഡാണ്. കഴിഞ്ഞ ഒരു 2 days ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വൈസ് ട്രെൻഡാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോവുക എന്നുള്ളത് ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഈവൻ ദോ നമുക്ക് നോക്കാവുന്നത് 56,000 ലെവലിലെ നല്ല സപ്പോർട്ട് ലെവലാണ്. ആ ലെവലിലേക്കൊക്കെ വന്ന് ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതുവരെ വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇത് ഒരു അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് മോഡിലാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്യുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇത് റിക്കവറി വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും ആദ്യം റിക്കവറി വരാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ നിയർലി നമ്മൾ അടുത്ത പുതിയ ഹൈയിലേക്കൊക്കെ അടുത്തൊക്കെ വരാനുള്ള സാധ്യത 1 or 2 days ട്രേഡിംഗ് സെക്ഷനിലുണ്ട്. ബിഫോർ ദാറ്റ് നമുക്കൊരു 56,000 ഇപ്പോൾ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു റിക്കവറി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് 1 or 2 days. റൈറ്റ്, ഏതായാലും നമുക്കിനിപ്പോൾ സ്റ്റോക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യം തന്നെ ഇന്ന് ഏറ്റവും അധികം ഒരു ഔട്ട് പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്ന റെഡിംഗ്ടണിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 5% അടുത്തൊരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓൾറെഡി ആ ഒരു നേട്ടം തന്നു കഴിഞ്ഞു. 303 രൂപ എന്നുള്ളൊരു നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഹൈ നിലവാരത്തിന് തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക്. ഇപ്പോൾ 3.82% നേട്ടമാണ് റെഡിംഗ്ടൺ ലിമിറ്റഡ് രേഖപ്പെടുത്തുന്നത് 297 രൂപയിൽ എന്നുള്ള ഒരു നിലയിൽ. തുടർച്ചയായിട്ട് നമ്മൾ ഒരു മൂവ്മെന്റ് തന്നെയാണ് ഒരു പ്രധാനമായിട്ടും കഴിഞ്ഞ കുറേ കോൺസിക്യൂട്ടീവ് സെഷനുകളിലായിട്ട് ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. റെഡിംഗ്ടണിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഒപ്പം ഇനി ഈ ഒരു സ്റ്റോക്കിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? റെഡിംഗ്ടണിന്റെ ആദ്യത്തെ ട്രെൻഡ് തന്നെ നമ്മൾ കുറെ സെക്ഷൻ പോസിറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇത് ചാർട്ടിലും അത് തന്നെയാണ് വിസിബിൾ ആവുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായ ഒരു 2 months ആയിട്ട് അതിന്റെ ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്.
ഇന്ന് ഏറ്റവും ടോപ്പിന്റെ അടുത്താണ് 304 അല്ലെങ്കിൽ 302 എന്നൊക്കെ പറയുന്ന ലെവലിന്റെ അടുത്ത് കഴിഞ്ഞ വീക്കിൽ വന്ന അതേ ലെവലിന്റെ അടുത്ത് വന്നിരുന്നു. അവിടെ നിന്നാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത്. അത് തീർച്ചയായിട്ടും നല്ലൊരു സിഗ്നലാണ്. കാരണം ഒരു മൂവ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരിക എന്ന് പറഞ്ഞ ഒരു ഹെൽത്തി ആയിട്ടുള്ള സിഗ്നൽ തന്നെയാണ്. ഒരു കണ്ടിന്യൂഷൻ പാറ്റേണിൽ അത് ആവശ്യവുമാണ്. സോ നമുക്ക് റീഡിംഗ് ട്രെൻഡിനെ ഇങ്ങനെ നമുക്ക് സമറൈസ് ചെയ്യാം. ഇതൊരു ട്രേഡിംഗ് സ്റ്റോക്സോ അല്ലെങ്കിൽ ഹെവി വോളിയം സ്റ്റോക്സോ അല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ ട്രെൻഡിൽ അത് പോസിറ്റീവാണ്. അത് സ്റ്റിൽ ഇനി അത് കടുത്ത് കുറച്ച് ട്രേഡിംഗ് ഡേയ്സിലും അത് പോസിറ്റീവ് തന്നെ ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം 340 വരെയൊക്കെ പോകാനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പോഴത്തെ ലെവലിൽ ആ സ്റ്റോക്സിലുണ്ട്. ബട്ട് നമുക്ക് 322 323 നല്ല റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രേഡിങ്ങിന്റെ ഒരു വീൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വി മെയിൻറ്റെയിൻ ചെയ്യുക വിത്ത് ദ സപ്പോർട്ട് ഓഫ് 260 എന്നുള്ള ലെവലിലേക്കാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇന്നിപ്പോൾ പേടിഎമ്മിന്റെ സ്റ്റോക്ക് ഏതാണ്ട് 10% ആദ്യ മിനിറ്റുകളിൽ തന്നെ ക്രാഷ് സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലും 6% ഒരു ഇടിവ് തുടരുന്നുണ്ട്. 902 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ UP ഇടപാടുകളിൽ മർച്ചന്റ് ഡിസ്കൗണ്ട് നിരക്ക് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ആ ഒരു വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ മിനിസ്ട്രി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പേടിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് മിനിസ്ട്രി ആ ഒരു സ്പെക്കുലേഷൻസ് ഒക്കെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു റിഫ്ലക്ഷൻസ് ആണ് ഇന്ന് പേടിഎമ്മിന്റെ സ്റ്റോക്കിൽ നമ്മൾ കണ്ടത്. പേടിഎമ്മിന്റെ നിലവിലെ ട്രെൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊരു പോസിറ്റീവ് ട്രെൻഡിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഇന്നത്തെ എക്സ്പെഷ്യൽ വോളിയം അതെന്നുവെച്ചാൽ ഒരു സാധാരണ നിലയിൽ വരുന്ന വോളിയം അല്ല, ഒരു ഹെവി വോളിയം ആണ്. അപ്പൊ എന്തോ അവിടെ ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഇൻഡിക്കേഷൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് നമുക്ക് ഇപ്പോൾ പേടിഎമ്മിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അത് റിക്കവറി വന്നാൽ തന്നെയും ആ റെസിസ്റ്റൻസ് 1000 ലെവലിലേക്ക് വരുമ്പോൾ അവിടെ ഹെവി റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിയർലി നമുക്ക് പറയാനായിട്ട് ഒരു 1000 ലെവലിൽ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട്. ഇപ്പോഴത്തെ ലെവലിൽ അത് ഒന്ന് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുക. കാരണം ഇത്ര വന്ന ഹെവി വോളിയത്തിന്റെ ഇനി കണ്ടിന്യൂഷൻ സെല്ലിംഗ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് വാച്ച് ചെയ്തിട്ട് ഒരു കറക്റ്റീവ് ആക്ഷൻസ് വരികയാണെങ്കിൽ മാത്രം എടുക്കുക. നിയർലി നമുക്ക് പറയാൻ പറ്റുന്നത് 820 ലെവലിലാണ്. വളരെ വോൾട്ടൈൽ സെക്ഷൻ ആയതുകൊണ്ട് 820 ലെവലിലാണ് ഇനി ഒരു സപ്പോർട്ട് സോൺ ഉള്ളത്. സോ ഒന്ന് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഈ സ്റ്റോക്കിൽ ഇപ്പോൾ നമുക്ക് നിൽക്കാൻ കഴിയുന്ന സുഖം. മറ്റൊരു സ്റ്റോക്ക് ഏഞ്ചൽ വൺ ആണ്. ഇന്നിപ്പോൾ 1% ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. 3084 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ ഏഞ്ചൽ വണ്ണിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2024 ഡിസംബറിലാണ് ഒരു 52 വീക്ക് ഹൈ ആയിട്ടുള്ള 3503 രൂപ എന്നുള്ള ഒരു ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഏഞ്ചൽ വണ്ണിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലക്ച്വേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഏഞ്ചൽ വണ്ണിന്റെ ട്രെൻഡ് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഷോർട്ട് ടേമില് കറണ്ട് ട്രെൻഡ് പോസിറ്റീവ് ആണെങ്കിൽ പോലും ഒരു ലോങ് ടേമിൽ അത്രത്തോളം പോസിറ്റീവായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 3800 വരെയൊക്കെ പോയ ലാസ്റ്റ് വീക്കിലൊക്കെ ലാസ്റ്റ് ഇയറിലൊക്കെ 3800 വരെയൊക്കെ പോയ സ്റ്റോക്സ് ആണ്. അതിന്റെ അടുത്ത് നിന്ന് തീർച്ചയായിട്ടും കറക്റ്റീവ് ആക്ഷൻസ് ആണ് പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഹൈയിലേക്ക് വരുമ്പോഴും അത് 3500 വരുമ്പോൾ വീണ്ടും കറക്റ്റീവ് ആക്ഷൻസ് വരുന്നു. എഗെയിൻ ഇത് കയറി വരുന്നു. അങ്ങനെയുള്ള ഒരു വോൾട്ടൈൽ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇന്ന് ഷോർട്ട് ടൈം വ്യൂവിൽ കാണുന്നത്. സോ നമുക്ക് വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് 3400 അതൊരു അപ്പർ ബാൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ അടുത്ത് വരുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. സോ അത് 3400. അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ 2600 ലെവലില് അവിടെയും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലുണ്ട്, സപ്പോർട്ട് സോൺ ആണ്. അപ്പൊ ഇതിന് രണ്ടിന്റെ ഇടയിലായിരിക്കും ഇനി കുറച്ചു കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു സൈഡ് വേസിലേക്ക് മാറുവാനുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ നമുക്ക് ഏഞ്ചലിൽ കാണാൻ കഴിയുന്നത്. ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈഡ് വൈസ് ആണ്. ഓൺ ഷോർട്ട് ടൈമിൽ പോലും ഒരു കൺസോൾട്ടേഷൻ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ രണ്ട് ലെവൽസും അപ്പർ ബാൻഡും ലോവർ ബാൻഡും ഒന്ന് ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. ഇതിന്റെ അടുത്ത് വരുമ്പോഴായിരിക്കും നമുക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് എടുക്കാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. മറ്റൊരു സ്റ്റോക്ക് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ആണ്. ഇന്നിപ്പോൾ 13% കൂടുതൽ ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ BSNL-ഉമായിട്ടുള്ള ഒരു കരാറാണ്. എസ്പെഷ്യലി ജമ്മു കാശ്മീർ ലഡാക്ക് ടെലികോം സർക്കിളുകളിൽ ഭാരത് നെറ്റ് മിഡിൽ മൈൽ നെറ്റ്വർക്കിനായിട്ട് BSNL-ഉമായിട്ട് 2631 കോടിയുടെ ഒരു ധാരണയിൽ ഒരു കരാറിൽ ഏർപ്പെട്ടതിന് പിന്നാലെ വലിയൊരു മൂവ്മെന്റ് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ കാണുന്നു.
പക്ഷേ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് പരിശോധിക്കുമ്പോൾ ഒരു ചാർട്ട് പെർഫോമൻസ് പരിശോധിച്ചാൽ 2024 ജൂലൈ 30 155 രൂപ രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ്. അവിടെ നിന്നിങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു കറക്ഷന് കൂടി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിലവിലത്തെ ഒരു ട്രേഡിംഗ് ലെവൽ പരിശോധിച്ചാൽ 85 രൂപ എന്നുള്ള ഒരു നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു സാധ്യത എത്രമാത്രമാണ്? ജാസ്മിൻ, നമുക്കതിന്റെ ലോങ് ടേം ട്രെൻഡ് ആദ്യം നോക്കാം. കാരണം ഇതൊരു ലോങ് ടൈമിൽ വളരെയധികം കറക്ഷൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്സ് ആയിരുന്നു. ഇന്നത്തെ ഒരു എസ്പെഷ്യൽ വോളിയം അതിന് ഭയങ്കര ഒരു ബൂസ്റ്റ് കൊടുത്തിരിക്കുന്നു. അത് ട്രെൻഡ് റിവേഴ്സലാണോ എന്ന് എനിക്ക് പറയാനായിട്ട് നമുക്ക് ഇതുവരെ സാധ്യമല്ല. കാരണം വോളിയം എന്ന് പറയുന്നത് ഇന്നത്തെ മാത്രമാണ്. അതിന് മുമ്പുള്ള വോളിയം വളരെ കുറവുമാണ്. ഇപ്പൊ ഞാൻ ഈ വോളിയം കുറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാമല്ലോ. അത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സ് ഒക്കെ വരാനുള്ള സാധ്യതയാണ് ഈ വോളിയം കുറയുന്നത് ഉണ്ടാകുന്നത്. സോ ഇന്നത്തെ വോളിയത്തിൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് വന്നിരിക്കുന്നു. അതേപോലെ തന്നെ അത് കറക്റ്റീവ് ഒരു ട്രെൻഡിൽ നിന്നൊരു സ്റ്റോക്സ് ആണ്. അപ്പൊ ഇത് തിരിച്ച് റിക്കവറി മോഡിലേക്കായോ അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സിലായോ എന്നുള്ളത് ഇനി വരുന്ന കമ്മിങ് ട്രേഡിംഗ് ഡേയ്സിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നായിരിക്കും എനിക്ക് പറയാൻ പറ്റുന്ന സ്ട്രാറ്റജി. ഇത് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഒരു 70-ക്കും 90-ക്കും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ അത് വീണ്ടും വെയിറ്റ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകാം. കാരണം വൺ ടൈം മൂവ്മെന്റ്സ് ഒന്നും തന്നെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള അപ്സൈഡ് മൂവ്മെന്റ് ആയി നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. സോ നമുക്കൊന്നുകൂടെ വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രേഡിംഗ് ഡേയ്സിലൂടെ വാച്ച് ചെയ്തിട്ട് എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അനീഷ് സർ, അവസാനമായിട്ട് NTPCയിലേക്ക് കൂടി പോവുകയാണ്. ഇന്നിപ്പോൾ സ്റ്റോക്ക് ഒരു 0.5% മൂവ്മെന്റ് കാഴ്ചവെക്കുന്നുണ്ട്. 339 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. NTPCയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടേം ട്രെൻഡ് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു കറക്റ്റീവ് ആക്ഷൻസ് നേരിട്ടതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ വരുന്ന ഒരു സ്റ്റോക്സ് ആണ്. എനിക്ക് തോന്നുന്നത് പോസിറ്റീവ് മൂവ്മെന്റ്സിലേക്ക് പോകാൻ ഒരു എയർലി പ്രഡിക്ഷൻ എന്നുള്ള നിലയിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോഴത്തെ ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ, നല്ലൊരു കൺസോൾട്ടേഷൻ ആണ് 300 ലെവലിൽ നടക്കുന്നത്. നമുക്ക് ഇമീഡിയറ്റ് പറയുകയാണെങ്കിൽ 360 ആണ് റെസിസ്റ്റൻസ്. ഒരു ഷോർട്ട് ടൈം പീരീഡ് 360 റെസിസ്റ്റൻസ് പറയാൻ പറ്റും. ദെൻ വോളിയത്തിൽ ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു കറക്റ്റീവ് ആക്ഷൻ നേരിട്ടതിന് ശേഷം ട്രെൻഡ് റിവേഴ്സിലാവുകയും പോസിറ്റീവിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്സ് ആയിട്ട് തന്നെ നമുക്ക് NTPC കൺസിഡർ ചെയ്യാം. പിന്നെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്സ് ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പേഷ്യൻസ് ഒക്കെ ഉള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉള്ള സ്റ്റോക്സ് തന്നെ. Okay, thank you so much, Anish sir. സുരജ് സർ, നമ്മൾ ഒരുപാട് സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൻ്റെ ഒരു ടൈമാണ് അല്ലേ? ജാസ്മിൻ, ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ സാധാരണ നമ്മൾ ഇപ്പോൾ ഇന്നൊരു സാധാരണ ദിവസമായിരുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് എങ്ങനെ ഉദിച്ചു വരുന്നു എന്നുള്ള അപ്പം നമ്മൾ ചില കാര്യങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ ഡെയിലി ഇൻവോൾവ്മെൻ്റ് ഉള്ള അല്ലെ, വായന മാത്രമല്ല നമ്മൾ ഒരുപാട് ടൈം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് കൊണ്ടുവരുന്നത്. അതൊരു ട്രേഡിംഗ് ഐഡിയ ഒന്നുമല്ല, ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിസിനസ് നമ്മൾ പ്രേക്ഷകരിലേക്ക് അവതരിപ്പിക്കുന്നു എന്നുള്ള. നോർമൽ കണ്ടീഷനിൽ ഞാൻ ഇന്ന് ശരിക്കും അവതരിപ്പിക്കുന്നത് LG എക്യുപ്മെന്റ്സ് എന്ന കമ്പനി. ഓക്കെ, LG എക്യുപ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരെ അറിയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളപ്പോഴാണ് പെട്ടെന്ന് ഒരു ഇൻഫർമേഷൻ എൻ്റെ കൺമുമ്പിൽ കൂടെ ഒരു മിന്നായം പോലെ പാസ് ചെയ്ത് പോയത്. അത് വേറെ ഒന്നുമല്ല, അതിന് ഈ സെക്ടറിന് ഇപ്പോൾ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് ഫിഗേഴ്സ് ആണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഒന്ന്, 7 PE എന്ന് പറഞ്ഞാൽ കിട്ടാവുന്നതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 48%. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ 39%. PEG റേഷ്യോ 1 താഴെ 0.43. ഡിവിഡൻഡ് ഈൽഡ് ഓഫ് 6 to 7%. 5800 കോടിയുടെ ഫ്രീ ക്യാഷ് ഫ്ലോ FY25. ഇങ്ങനൊരു ഫിഗർ കണ്ടാൽ നമ്മളിത് നോക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനി വേറെ ഒന്നുമല്ല, കോൾ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതിനകത്ത് ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല എന്നുള്ള ആകെപ്പാട് എക്സൈറ്റ്മെൻറ്റ് എന്നത് ഞാൻ ഈ പറഞ്ഞ 4 വർത്താനങ്ങളാണ്. അല്ലാണ്ട് ഇതിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്നത്, പക്ഷേ ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്നറിയോ, നമ്മളെല്ലാവരും എനർജി പവർ, ഇന്ന് പവറിൻ്റെ ദിവസം തന്നെയാണ് നമ്മൾ NTPC ഒക്കെ അനീഷിനോട് ചോദിച്ചിരുന്നു. നമ്മൾ തുടങ്ങിയതേ പവർ കമ്പനീസും IEXും പറഞ്ഞു. അതുകൊണ്ട് പവർ വെച്ച് തന്നെ നമുക്ക് ഇത് എൻഡ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. എല്ലാവരും ഈ പറയുന്ന പോലെ ഇലക്ട്രിക് വെഹിക്കിൾസും സോളാറും വിൻഡ് എനർജിയും വെച്ച് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഈ സാധാരണ ട്രഡീഷണൽ മോഡൽ ഓഫ് ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് ഉണ്ടാക്കുന്ന പവർ എന്നേക്കുമായി അവസാനിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആലോചിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്നാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. ഓഫ് കോഴ്സ് ടോട്ടൽ പവർ റിക്വയർമെൻറ്റ്സിൽ കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് ആയിട്ടുള്ള പവറിൻ്റെ ഔട്ട്പുട്ട് കുറയുമെങ്കിൽ പോലും
അത് ശരിക്കും പറഞ്ഞാൽ കുറയുകയല്ല ചെയ്യുന്നത്, മറ്റുള്ളവരുടെ മാർക്കറ്റ് ഷെയർ, അതായത് വിൻഡും സോളാറിൻ്റെയൊക്കെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുന്ന കാരണം ടോട്ടൽ ഔട്ട്പുട്ടിൽ കോള് കുറയുകയും മറ്റവർ കയറിപ്പോണ പോലെയും കാണും. ബട്ട് ശരിക്കും അതല്ല സംഭവിക്കുന്നത്, കോളിൻ്റെ യൂസേജ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ വളരെ അടുത്ത ഒരു 5-10 കൊല്ലത്തേക്ക് ഏതാണ്ട് ഈ ഫോസിൽ ഫ്യൂവൽസിൻ്റെ റെലവൻസ് ഇന്ത്യൻ പവർ സിസ്റ്റത്തിൽ ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കിപ്പോൾ പവറിൻ്റെ കാര്യം തന്നെ ആലോചിക്കാം. നമുക്കിപ്പോൾ ഡെയിലി കൺസംഷന് പവർ വേണം. അതുപോലെ ഇൻക്രീസ്ഡ് അർബനൈസേഷൻ, അതായത് ഇൻക്രീസ്ഡ് അർബനൈസേഷനായിട്ട് വന്നു. അതുമാത്രമല്ല റൂറൽ ഏരിയകളിലേക്ക് ഇലക്ട്രിസിറ്റി പോകുമ്പോഴത്തേക്കും ഒക്കെ തന്നെ ഒരുപാട് കൺസംഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇനി വരാൻ പോണ ദിവസങ്ങളിൽ ഒരു കാർ ഉൾപ്പെടെ മൊബൈൽ ഫോൺ, TV എല്ലാം ഡിജിറ്റൽ, ലാപ്ടോപ്പും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, എയർപോഡ്സും ഐപാഡുകളും അല്ലെങ്കിൽ ടാബ്ലറ്റുകളും ഒക്കെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഡിജിറ്റൽ റിക്വയർമെൻറ്റ്, അതായത് ഡിജിറ്റൽ ഡിവൈസസിൻ്റെ പവർ റിക്വയർമെൻറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു എന്നുള്ള കാര്യം ഒന്ന്. 2, AC-യുടെ പെനിട്രേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പോൾ അത് കാരണം തന്നെ വീണ്ടും പവർ യൂസേജ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെക്ടർ കൺസ്യൂംസ് ലോട്ട് ഓഫ് പവർ. ഡേറ്റാ സെൻറ്റർ ഓൾസോ കൺസ്യൂംസ് എ ലോട്ട് ഓഫ് പവർ. അത് മാത്രമല്ല ഇനി പവർ സ്റ്റോറേജ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെയാണ് വരുന്നത്. ബട്ട് ഇതിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാം നന്നായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്ത് വരണമെങ്കിലും ഈ പറയുന്ന പോലെ പവർ സ്റ്റോറേജിലാണ് ചെറുതായിട്ട് നമ്മൾ നിൽക്കുന്നതെന്നുള്ള. ബട്ട് ഈ പറയുന്നവരെ ആ ഒരു പവർ സ്റ്റോറേജിന് ഈ പറയുന്ന പോലെ വലിയൊരു രീതിയിൽ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യുന്നത് വരെ കോളിൻ്റെ റെലവൻസ് അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവലിൻ്റെ റെലവൻസ് ഇന്ത്യൻ പവർ സിസ്റ്റത്തിൽ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അത് കോളാണ് ഫോസിൽ ഫ്യൂവലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്നാണ്. ഓക്കെ, ഇത് ഈ എന്താ പറയുക 2040 നമുക്ക് വേണമെങ്കിൽ പറയാം, അതായത് ഇനി ഒരു 15 കൊല്ലത്തിൽ ഈ കോൾ എന്ന് പറയുന്ന കോളിൻ്റെ യൂസേജ് ഒരു പ്ലാറ്റോ അല്ലെങ്കിൽ പീക്കിലേക്ക് എത്തും. ബട്ട് ഇനിയുള്ള 5-10 കൊല്ലം കോളിൻ്റെ യൂസേജ് കുറയാൻ പോകണമെന്നില്ല. ആൻഡ് ഇന്ത്യ വിൽ ബി പ്രോബബ്ലി ദ ലാസ്റ്റ് കൺട്രി ടു ഫേസ് ഔട്ട് ദ കോൾ പവർ. മനസ്സിലായി കാര്യം? ഇതെന്താണെന്ന് വെച്ചാൽ കോളിൻ്റെ കൺസിസ്റ്റൻസി, റിലയബിലിറ്റി, ചീപ്നെസ് ഒക്കെ വളരെ ഹൈ ആണ്. ഈ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വിൻഡിനെ നമുക്ക് എടുക്കാം. വിൻഡ് ഉള്ളപ്പോഴേ നമുക്ക് വിൻഡ് എനർജി നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോളാർ എന്ന് പറഞ്ഞാൽ സൂര്യനുള്ളപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ, വൈകുന്നേരത്തിന് ശേഷം രാത്രിക്ക് സോളാറില്ല. അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് തരുന്ന സാധനങ്ങളല്ല ഇത്, ഈ 2 പവർ സോഴ്സ്. രണ്ടാമത് ഒരു സ്റ്റേബിൾ ലോഡും ട്രാൻസ്മിഷൻ ലൈൻസിൽ തരുന്നില്ല. ബട്ട് കോൾ അങ്ങനെയല്ല, സീംലെസ് റിലയബിലിറ്റിയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിശ്വസിക്കാം ആ കൺസിസ്റ്റൻസി ആയിട്ട് പോകുന്നുള്ള ചീപ്പസ്റ്റും ആണെന്നുള്ളതാണ്. അതാണ് കോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സ്റ്റേബിൾ ലോഡ് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു മോർ എഫിഷ്യൻ സ്റ്റോറേജ്. അപ്പോൾ ഈ വിൻഡിനും സോളാറിനും ഈ ഫ്ലക്ച്വേഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷേ ആ കിട്ടുന്ന സമയത്ത് നമ്മളത് കിട്ടി, അത് സ്റ്റോറേജ് നന്നായിട്ട് കീപ്പ് ചെയ്യാനുള്ള ടെക്നോളജിയും ഇൻഫ്രാസ്ട്രക്ചറും സിസ്റ്റംസും ഡിവൈസസും ഡെവലപ്പ് ചെയ്യുന്നത് വരെ ഈ വിൻഡിനെയും സോളാറിനെയും നമുക്ക് 100% കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ കാലം വരെ, അതായത് ഇതിന് 5-10 കൊല്ലം അതിനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. അതുവരെ കോള് അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവലിൻ്റെ റെലവൻസ് ഭയങ്കരമായിട്ട് തന്നെ ഉയർന്നു തന്നെ നിൽക്കും എന്നുള്ള കാര്യം. എന്നാലും വിൻഡും സോളാറും EVs ഒക്കെ കയറി വരും കേട്ടോ, ഇല്ലെന്നല്ല. എങ്കിലും കോൾ ഈസ് ഹിയർ ഗോണ സ്റ്റേ. ബട്ട് കോള് നമുക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള വാല്യുവേഷനാണ് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 4 വർത്താനങ്ങൾ എന്ന് പറയുന്നത്. ആ രീതിയിലാണ് മാർക്കറ്റ് ഇതിനെ പ്രൈസ് ചെയ്തേക്കണമെന്നുള്ള. അതാണ് നമുക്ക് അട്രാക്ഷൻ ആയിട്ട് തോന്നിയത്. കാരണം ഈ കോൾ ഇന്ത്യയുടെ കാര്യം നോക്കാം, 80% ആണ്. ഇറ്റ് പ്രൊഡ്യൂസസ് 80% ഓഫ് ഇന്ത്യൻ കോൾ, അല്ലേ? അതാണ് കോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഇത് ഗവൺമെന്റ് ഓൺഡ് PSU കമ്പനിയാണ്. എന്താണ് ഈ കോൾ ചെയ്യുന്നത്? കോളിന്റെ ഉപയോഗം എന്താണ്? ഒന്നെന്ന് പറയുന്നത് പവർ ജനറേഷൻ. 2, നമ്മൾ ഈ സ്റ്റീൽ കമ്പനിക്കൊക്കെ കൊടുക്കും. കാര്യം സ്റ്റീൽ മാനുഫാക്ചറിങ് ഇതിൻ്റെ ആവശ്യമുണ്ട്. കാര്യം വെച്ചാൽ ഇവർക്ക് കോക്കിംഗ് കോളിൻ്റെ ആവശ്യമുണ്ട്. അതാണ് അവർ മോൾട്ടൺ അയൺ ആയിട്ട് കൺവേർട്ട് ചെയ്യണത്. അപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനും സ്റ്റീൽ കമ്പനീസിനുള്ള ആവശ്യമാണ് നമ്മൾ കോള് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഇവരുടെ കോളിൻ്റെ ബിസിനസ് മോഡൽ, കോൾ ഇന്ത്യയുടെ ബിസിനസ് മോഡൽ എന്താ? അവർ കോള് മൈൻ ചെയ്തെടുക്കും അണ്ടർഗ്രൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഓപ്പൺ പിറ്റ് മൈൻസിൽ നിന്ന് അവർ മൈൻ ചെയ്തെടുക്കും. അത് സ്റ്റീൽ പ്ലാന്റ്സിനും പവർ ജനറേറ്റിംഗ് കമ്പനീസിനും കോള് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇവർക്ക് എങ്ങനെയാണ് റവന്യൂ കിട്ടുന്നത്? ക്വാണ്ടിറ്റി ഓഫ് കോൾ സപ്ലൈഡ് മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ് പെർ ടൺ. ഒരു ടണ്ണിനുള്ള പ്രൈസും എത്ര ക്വാണ്ടിറ്റിയും കൊടുക്കുന്നുള്ള സിമ്പിൾ മൾട്ടിപ്ലിക്കേഷനാണ് ഇവരുടെ ബിസിനസ്. അതിനകത്ത് ഈ പറയുന്ന പോലെ എന്താ പറയുക, ലേബർ ചാർജസ്, മെഷീനറി, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു കോസ്റ്റാണ്. അതാണ് ഇവരുടെ ഒരു റവന്യൂ മോഡൽ എന്ന് പറയുന്നത്. 2025 ഇവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ 1,43,300 കോടിയാണ് ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് 35,300 കോടി.
EPS 56 രൂപ മുതൽ 60 രൂപ വരെ. നമ്മൾ പി പറഞ്ഞു 6-നും 8-നും ഇടയ്ക്ക് 7 കണക്ക് കൂട്ടിക്കോളൂ. ഡിവിഡൻഡ് ഈൽഡ് 6 തൊട്ട് 7%. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 48%. ഞാൻ ഈ ആദ്യം പറഞ്ഞ ഫിഗേഴ്സിലേക്ക് തിരിച്ചു വരികയാണ്. ROE എന്ന് പറഞ്ഞാൽ 39%. 5800 കോടി ഫ്രീ ക്യാഷ് ഫ്ലോ ഇൻ FY25. ഇങ്ങനെ ഒരു ഫിഗർ നമ്മുടെ മുന്നിൽ കിട്ടിയാൽ നമുക്കിത് മാറ്റി വെച്ച് പിന്നെ ഏത് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് പറയാനാ? കാര്യം വെച്ചാൽ നമ്മൾ എപ്പോഴും സിസ്റ്റത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു സ്റ്റോക്ക് മേടിച്ച് ഇതിപ്പോൾ മേടിക്കാനുള്ള അഡ്വൈസ് ആയിട്ടോ ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ടോ സോളിസിറ്റേഷൻ ആയിട്ടോ കൺസിഡർ ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെയോ അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിനെയോ റിസർച്ച് ഫിനാൻഷ്യൽ അഡ്വൈസറിനെ കണ്ട് മാത്രം അവർ ഡിസിഷൻ എടുക്കുന്നുള്ള ഡിസ്ക്ലെയിമർ പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമത് കോൾ ഇന്ത്യയിൽ എനിക്ക് ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലി ആയിട്ട് ഒരു ഹോൾഡിംഗും ഇല്ല, ജാസ്മിനും ഇല്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മൾ അക്കാഡമിക് പർപ്പസിന് മാത്രം ഷെയർ ചെയ്തെടുക്കുകയാണ്. പക്ഷെ നമ്മൾ എന്താണ് ഈ കോൾ ഇന്ത്യ അല്ലെങ്കിൽ ഈ ഫണ്ടമെന്റൽസ് പറഞ്ഞൊരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അവതരിപ്പിക്കുന്നതെന്നറിയോ? മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് മേടിച്ചിട്ട് മുന്നോട്ടുള്ള ഗെയിൻസ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നെവർ ലൂസ് മണി എന്നുള്ള. ആ നെവർ ലൂസ് മണി എന്ന് പറയുന്നത് എവിടെയായിട്ടാണ് വരുന്നത്? ഏറ്റവും ചീപ്പസ്റ്റ് വാല്യുവേഷനിൽ ഒരു സ്റ്റോക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ വാറൻ ബഫെ പറഞ്ഞത് മാർജിൻ ഓഫ് സേഫ്റ്റി. നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുമ്പോൾ എത്രത്തോളം അത് താഴോട്ട് പോകാം, ആ താഴ്ച എത്രത്തോളം നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോൾ ഇന്ത്യയുടെ ഫിഗേഴ്സ് നമ്മളെപ്പോലത്തെ ഒരു വാല്യൂ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകന്, ഒരു വാല്യൂ എഡീഷൻ ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകന്, ഒരു വാല്യൂ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫിഗേഴ്സ് മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മളെ പ്രോംപ്റ്റ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് LG എക്യുപ്മെന്റ്സ് മാറ്റി വെച്ചിട്ട് കോൾ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്കിലെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചതെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്കും ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസോ ഒന്നുമല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്നത് ഓർമ്മപ്പെടുത്തുന്നു. ഇനി കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസുമായിട്ട് വരുന്ന മണിക്കൂറുകളിൽ ഞങ്ങളുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.